السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. أعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. ما شاء الله لا حول ولا قوة إلا بالله العلي العظيم. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. ما شاء الله لا حول ولا قوة إلا بالله العلي العظيم. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. ما شاء الله لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. أرسل الله إلينا بالكرامات العظام أحمد المختار طه سيد الرسل الكرام. أرسل الله إلينا بالكرامات العظام أحمد المختار طه سيد الرسل الكرام. فتهنوا يا رفاقي منكم على المقام بالذي قد جاء يدعوكم إلى دار السلام. فتهنوا يا رفاقي منكم على المقام بالذي قد جاء يدعوكم إلى دار السلام. أرسل الله إلينا بالكرامات العظام أحمد المختار طه سيد الرسل الكرام. يا رسول الله يا من نوره عمن لنا يا شفيع المذنبين كل في يوم الزهام. يا رسول الله يا من نوره عمن لنا يا شفيع المذنبين كل في يوم الزهام. أرسل الله إلينا بالكرامات العظام أحمد المختار طه سيد الرسل الكرام. قال تقمار الدياجي كل أرباب الغرام كل من يعشق محمد ينبغي أن لا ينام. قال تقمار الدياجي كل أرباب الغرام كل من يعشق محمد ينبغي أن لا ينام. أرسل الله إلينا بالكرامات العظام أحمد المختار
المختار طه سيد الرسل الكرام. ഏറ്റവും ബഹുമാനമുള്ള സദസ്സിന്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ സമാപന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച എൻ്റെ പ്രിയ സുഹൃത്ത്, ഈ മഹല്ലിന്റെ ആത്മീയ നേതൃത്വം, ഇവിടുത്തെ ഖത്തീബ് ബഹുമാനപ്പെട്ട ത്വാഹിർ വാഫി ഉസ്താദ്, അതുപോലെ തന്നെ മറ്റ് പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടെ കഴിഞ്ഞ ഉദ്ഘാടകനും അതുപോലെ മറ്റുള്ളവരൊക്കെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് സംഗമിക്കാനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവദാനങ്ങൾ പാടി പുകഴ്ത്താനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയിരിക്കുന്നു. 1-2 വർഷമായി വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ ഇതുപോലുള്ള സദസ്സുകൾ ഏറ്റവും ആവശ്യമായ കാലഘട്ടമായിട്ട് പോലും അതിന് സാധിക്കാതെ നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അള്ളാഹു നമുക്ക് മോചനം നൽകി തുടങ്ങിയിരിക്കുന്നു. അള്ളാഹു പരിപൂർണമായ രീതിയിൽ നിർഭയമായി അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും ദിക്ർ ദുആ മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമുഖം ദീർഘിപ്പിക്കുന്നില്ല, സമയം വളരെ ചുരുങ്ങിയതാണ്. കാരണം ഈ അവസരം നമ്മൾ മിസ്യൂസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ വളരെ വേഗം പരിപാടികളൊക്കെ നിർത്തി അധികാരികൾക്ക് പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ നമ്മളൊക്കെ പിരിഞ്ഞു പോകേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇവിടെ നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത് വിശുദ്ധ റബീഉൽ അവ്വലിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കാനും അവിടുത്തെ അവദാനങ്ങളൊക്കെ പാടി പുകഴ്ത്താനും അത് കേൾക്കാനും ഒക്കെയാണ്. നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പല ആളുകളും പറയാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ പള്ളികൾ തോരണം ചേർത്ത് മദ്രസകൾ ചമയിക്കുക, കുട്ടികളെ കൊണ്ട് കുറെ പാട്ടും പരിപാടിയൊക്കെ അവതരിപ്പിക്കുക, അതൊന്നുമല്ല. നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബിയുടെ ചര്യ പിൻപറ്റുക എന്നതാണ്. അതൊരു തെറ്റിദ്ധാരണ. നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബിയുടെ ചര്യ പിൻപറ്റുക എന്നല്ല. നബിയെ ചര്യ പിൻപറ്റുക എന്നല്ല നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെന്താ നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? സ്നേഹിക്കണേ. ചര്യ പിൻപറ്റുക എന്ന് പറയുന്നത് 2 വിധത്തിലുണ്ടാവും. ഒന്ന്, ഒരാളെ പേടിച്ചിട്ട് അതിനെ പിൻപറ്റുക. ഒരു അക്രമിയായ ഭരണാധികാരി ഒരു രാജ്യത്തുണ്ടെങ്കിൽ ആ ഭരണാധികാരിയെ നമ്മൾ അനുസരിക്കാറുണ്ട്, അയാളെ നമ്മൾ പിൻപറ്റാറുണ്ട്, അയാളുടെ നിയമങ്ങൾ അനുസരിക്കാറുണ്ട്. അത് അയാളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. ചാൻസ് കിട്ടിയ അയാൾക്ക് 2 കൊടുക്കും നമ്മൾ. പിന്നെ എന്തുകൊണ്ടാണ്? നിയമത്തെ പേടിച്ചിട്ടാണ്. നമ്മളത് അനുസരിച്ചില്ലെങ്കിൽ അതിന് ശിക്ഷാ നടപടി ഉണ്ടാകും, പോലീസ് വിളിച്ചുകൊണ്ട് പോകും. ഭയന്നിട്ടാണ് നമ്മൾ അവരെ അനുസരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നിയമങ്ങൾ നമ്മൾ അനുധാവനം ചെയ്യുന്നത്. രണ്ടാമത്, ഒരാളെ സ്നേഹിച്ചിട്ട് നമ്മൾ അവരെ പിൻപറ്റുക എന്നതാണ്. ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ ചില കോലങ്ങളിലൊക്കെ മുടിമുറിക്കുന്ന കാണാം, ചില ഡ്രസ്സുകൾ ധരിക്കുന്ന കാണാം. ചില സ്ത്രീകളും അതുപോലെ തന്നെ ചില വസ്ത്രങ്ങളൊക്കെ ആ രൂപത്തിൽ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന ഡ്രസ്സ് എന്നൊക്കെ പേര് പറഞ്ഞിട്ടൊക്കെ സീരിയലിന്റെയും സിനിമന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നതാണ്. അത് ആ സിനിമാ നടന്മാരോ അല്ലെങ്കിൽ ആ സ്പോർട്സ് താരങ്ങളോ നമ്മളെ വന്ന് ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമല്ല. ഞാൻ ധരിച്ചതുപോലെ നിങ്ങൾ ഡ്രസ്സ് ധരിച്ചോളണം, അല്ലെങ്കിൽ ഞാൻ മുടിമുറിച്ചതുപോലെ നിങ്ങൾ മുടിമുറിച്ചോളണം, അല്ലെങ്കിൽ കൊന്നു കളയുന്ന ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ്? അവരുടെ ഫാൻസ് ആവണം. ഫാൻസ് ആവാന്ന് പറഞ്ഞാൽ അയാളെ നമ്മൾ സ്നേഹിക്കുക.
ആ സിനിമാ നടനെ അല്ലെങ്കിൽ ആ സീരിയൽ താരത്തെ അല്ലെങ്കിൽ ആ ഒരു സ്പോർട്സ് താരത്തെ ആണെങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കുകയും അവരോടുള്ള ഇഷ്ടം കൊണ്ട് അവരെ മുടിമുറിച്ചതുപോലെ മുടിമുറിക്കുന്നു, അവർ ധരിച്ചതുപോലെ വസ്ത്രം ധരിക്കുന്നു, അവരുടേതായ സ്വഭാവ ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഇത് രണ്ടും രണ്ട് വിധത്തിലാണ്. ഒന്ന് സ്നേഹിച്ചിട്ട് അയാളെ പിൻപറ്റുന്നു, മറ്റത് പേടിച്ചിട്ട് പിൻപറ്റുന്നു എന്നാണ്. ഇവിടെ നമുക്ക് വേണ്ടതോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്നതാണ്. സ്നേഹം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി പിൻപറ്റലുണ്ടാകും. നബിയുടെ ചര്യ പിൻപറ്റുക എന്നത് സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഉണ്ടാവേണ്ടതാണ് നബി ചര്യ പിൻപറ്റുക എന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്നാൽ ഹബീബായ നബി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുക തന്നെ. അത് എങ്ങനെ സ്നേഹിക്കണം? ഒരു വ്യക്തി എങ്ങനെ സ്നേഹിക്കുമോ ആ രീതിയിൽ നമ്മുടെ എല്ലാത്തിനേക്കാളും അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് സ്നേഹമാകലാണ്. അതല്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി യുഹിബ്ബുക, അല്ലാഹുവിന്റെ ഹബീബേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത ഇഷ്ടമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ നീ എന്നെ എത്ര ഇഷ്ടപ്പെടുന്നുണ്ട് നീ എന്നെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ എന്റെ ശരീരം ഒഴികെ എന്റെ സർവ്വത്തിനേക്കാളും ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്റെ ഭാര്യയേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്റെ ഉമ്മയേക്കാൾ അങ്ങയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്റെ പിതാവിനേക്കാൾ അങ്ങയോട് എനിക്ക് ഇഷ്ടമുണ്ട്, എന്റെ മക്കളെക്കാൾ അങ്ങയോട് എനിക്ക് ഇഷ്ടമുണ്ട്, എന്റെ സർവ്വസമ്പത്തിനേക്കാളും അങ്ങയോട് എനിക്ക് ഇഷ്ടമുണ്ട്, എന്റെ ശരീരം ഒഴികെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറേ നിന്റെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നീ പരിപൂർണ്ണ വിശ്വാസിയാവണമെങ്കിൽ, ഒരു നല്ല മുഅ്മിനാവണമെങ്കിൽ നിന്റെ ശരീരത്തെക്കാളും സർവ്വത്തിനേക്കാളും നീ എന്നെ പ്രിയം വെക്കുന്നത് വരെ നിന്നെ നീ പൂർണ്ണ മുഅ്മിനാവുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ ഈ സമയം മുതൽ ഞാൻ എന്റെ ശരീരത്തെക്കാൾ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ മറുപടി പറയുകയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടതോ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എത്രയാണ് സ്നേഹിക്കേണ്ടത്, എന്തിനാണ് നബി തങ്ങളെ സ്നേഹിക്കേണ്ടത്, എന്തിനാണ് നമ്മളെ? ഒന്നാമതായി നമുക്ക് ചോദിക്കാം, നമ്മൾ ആരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അതിന് റീസൺ ഉണ്ടല്ലോ, അതിന്റെ പിന്നിൽ ഒരു കാരണങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ നമ്മുടെ ഉമ്മയോളം, നമ്മുടെ ഉപ്പയോളം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യയോളം, ഭർത്താവിനോളം, മക്കളോളം എന്നൊക്കെ നമ്മൾ പറയുമ്പോ നമ്മുടെ ഉമ്മയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അതിന് കാരണമുണ്ട്. എന്തേ ഞാൻ എന്റെ ഉമ്മയെ സ്നേഹിക്കാൻ കാരണം? എന്റെ മാതാവ് എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 10 മാസം ഗർഭം ചുമന്നു എന്നെ, വളരെ പ്രയാസത്തിന്റെ മേൽ പ്രയാസമായി എന്നെ ഗർഭം ചുമന്നവളാണ് എന്റെ ഉമ്മ. എന്തെല്ലാം പ്രയാസങ്ങൾ എനിക്ക് വേണ്ടി എന്റെ ഉമ്മ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ ഉമ്മ ഗർഭം ചുമന്നത്. ഒരുപാട് വേദന സഹിച്ചിട്ടാണ് എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചത്. ആ വേദനയൊക്കെ എന്റെ ഉമ്മ എനിക്ക് വേണ്ടിയാ സഹിച്ചത്. ഞാനൊരു ഭ്രൂണമായി എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ എന്റെ ഉമ്മ അനുഭവിക്കാത്ത ഒരു കഷ്ടപ്പാടില്ല. എത്ര ദിനരാത്രങ്ങളാണ് ഉറക്കമില്ലാത്ത രാത്രികൾ, എത്ര ദിനരാത്രങ്ങളാണ് ഞാൻ ആ ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കാരണത്താൽ ഉറക്കം ലഭിക്കാതെ നടുവേദനയായിട്ട്, പള്ളവേദനയായിട്ട്, ക്ഷീണമായിട്ട്, ഉറക്കം വരാതെ സർവ്വലോകവും കിടന്നുറങ്ങുമ്പോ എന്റെ ഉമ്മ എന്നെയും കൊണ്ട് ഒരുപാട് രാത്രികളിൽ ഉറക്കമൊഴിച്ചിട്ട് എന്റെ വീട്ടിന്റെ അകത്തളങ്ങളിലൂടെ ഉറക്കം വരാത്ത രാത്രികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി
വേണ്ടിയാണ് എന്റെ ഉമ്മ അത് സഹിച്ചത്. എത്ര വേദന സഹിച്ചിട്ടാണ് എന്റെ ഉമ്മ പ്രസവിച്ചത്. മരണവേദനയോട് സദൃശ്യമാകുന്ന വേദന സഹിച്ചിട്ടാണ് എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചത്. ആ ഉമ്മ എന്നെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. എന്നെ കുറിച്ച് വല്ലാത്ത ആദിയായിരുന്നു. എന്റെ ഉമ്മാക്ക് വല്ലാത്ത പ്രതീക്ഷയായിരുന്നു. എന്റെ ഉമ്മയോട് ഞാൻ സ്നേഹിക്കാൻ കാരണം അതൊക്കെ തന്നെയാണ്. ഞാൻ എന്റെ ഉപ്പയെ സ്നേഹിക്കുന്നത് എന്തിനാ? എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടത് എന്റെ ഉപ്പയാണ്. എനിക്ക് എന്റെ നല്ല ഭക്ഷണം തരാൻ, എനിക്ക് നല്ല വസ്ത്രം തരാൻ, ഞാൻ നല്ല നിലയിൽ ജീവിക്കാൻ, എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവാൻ, എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ എന്റെ പിതാവ് സർവ്വസുഖങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വിദേശത്ത് പോയി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നാട്ടിൽ പകലന്തിയോളം പണിയെടുത്തിട്ടാണ് എന്നെ പോറ്റി വളർത്തിയത്. എനിക്ക് ഭക്ഷണം തന്നത്, എനിക്ക് വസ്ത്രം തന്നത്, എനിക്ക് വിദ്യാഭ്യാസം തന്നത്. ഇങ്ങനെ ഒരുപാട് എന്റെ പിതാവ് എനിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയിട്ടുണ്ട്. എന്റെ പിതാവ് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് എന്റെ പിതാവിനെ സ്നേഹിക്കുന്നത്, എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത്. എന്റെ മക്കളുടെ ഉമ്മയാണ്. എന്റെ മക്കളെ ഗർഭം ചുമന്ന് പ്രസവിച്ചവളാണ് എന്റെ ഭാര്യ. എന്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എനിക്ക് ചെയ്തു തരുന്നവളാണ് എന്റെ ഭാര്യ. എന്നെ സ്നേഹിക്കുന്നവളാണ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഭർത്താവിനെ സ്നേഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഭർത്താവ് എന്റെ സുഖത്തിന് വേണ്ടി, എന്റെ സൗകര്യത്തിന് വേണ്ടി, എനിക്ക് നല്ല ജീവിതം ഉണ്ടാവാൻ വേണ്ടി അതിനൊക്കെ കഷ്ടപ്പെടുന്ന എന്റെ ഭർത്താവ്, ഞാൻ ഭർത്താവിനെ സ്നേഹിക്കാൻ ഒരു കാരണമുണ്ട്. ഇങ്ങനെ നാം ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അതിനൊക്കെ നമുക്കൊരു കാരണമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തിനാ ഞാൻ സ്നേഹിക്കുന്നത്? ഈ ഹബീബായ നബി തങ്ങൾ എന്റെ ഭാര്യയെ പോലെ, എന്റെ ഉമ്മയെ പോലെ, എന്റെ പിതാവിനെ പോലെ, എന്റെ ഭർത്താവിനെ പോലെ എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? എന്താ ചെയ്ത്? എന്തിനാ അള്ളാന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കണം? റസൂലിനെ വെറുതെ ഔദാര്യമായിട്ട് നമ്മളോട് പറഞ്ഞതല്ല. അള്ളാന്റെ ഹബീബിനെ നമ്മൾ എന്തിനാ സ്നേഹിക്കുന്നതോ? എന്റെ ഉമ്മയെ പോലെ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്റെ ഹബീബ്? എന്റെ ഉപ്പയെ പോലെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഹബീബായ റസൂലുള്ളാഹി? മനസ്സൊന്ന് തുറന്നു വെക്കണേ സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഖൽബിലേക്ക് അള്ളാന്റെ റസൂലിന്റെ ഇഷ്ക് പ്രവേശിക്കട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതൊരെള്ളോളം ഉണ്ടെങ്കിൽ നാം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഒരെള്ളോളം ഹബീബിനോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിനകത്തേക്ക് കടന്നു പോകാൻ ഇത് കാരണമായെങ്കിൽ നമ്മുടെ ഈ പരിപാടിയുടെ എല്ലാ വിജയത്തിലും അത് നിദാനമാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൽബൊന്ന് തുറന്ന് വെച്ച് കേൾക്കണം. എന്തിനാണ് അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ഉമ്മ എനിക്ക് കഷ്ടപ്പെട്ടതുപോലെ എന്ത് കഷ്ടപ്പാടാ സഹിച്ചിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നല്ലോ. നല്ല ആരോഗ്യമുള്ള അല്ലാഹുവിന്റെ ഹബീബിന് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ. 40 പുരുഷന്മാരുടെ ആരോഗ്യമുണ്ട്. ഏറ്റവും നല്ല ആരോഗ്യവാന്മാരായ 40 പുരുഷന്മാരുടെ ആരോഗ്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്ര നല്ല ആരോഗ്യവാനായിരുന്നു ഹബീബായ നബി തങ്ങൾ. നല്ല ജോലി ചെയ്യാൻ അറിയുമായിരുന്നു. നല്ല കച്ചവട തന്ത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഖദീജ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കച്ചവടത്തിന്റെ ചരക്കുമായി ഷാമിലേക്ക് അയച്ചപ്പോൾ സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലാഭവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നില്ലേ? ഖദീജക്ക് വലിയ സന്തോഷമായില്ലേ? അല്ലാഹുവിന്റെ റസൂൽ നല്ല കച്ചവടക്കാരനായിരുന്നു. നല്ലവണ്ണം കച്ചവടം ചെയ്യാൻ കഴിയുമായിരുന്നു. അധ്വാനിക്കാൻ നല്ല ആരോഗ്യമുണ്ടായിരുന്നു. എന്നിട്ടും അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നെന്നറിയോ? എന്റെ ഉമ്മമാരൊന്ന് ശരിക്കും മനസ്സ് തുറന്ന് കേൾക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നെന്നറിയോ? മണിമാളികയിലായിരുന്നില്ല. പിന്നെയോ ഈ തപ്പനയോല കൊണ്ട് പടഞ്ഞ വീട്, ആ കൊച്ചു കൂരയിലായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങിയത്. ഈ തപ്പനയോലയുടെ മുകളിൽ കിടന്നുറങ്ങിയിട്ട് സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഓലയുടെ ഇറുക്കിലിന്റെ പാട് പതിഞ്ഞത് സ്വഹാബാക്കൾ കണ്ടിരുന്നു എന്ന ഹദീസുകളിൽ കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിരിക്കാൻ ഒരു നല്ല വിരിപ്പ് പോലും തന്റെ വീട്ടിലുണ്ടായിരുന്നില്ല. കിടന്നുറങ്ങാൻ നല്ലൊരു കട്ടിലുണ്ടായിരുന്നില്ല. നല്ല മെത്തയുണ്ടായിരുന്നില്ല. ഈ തപ്പനയോല കൊണ്ട് മിടഞ്ഞ ആ കൊച്ചുകൂരയിൽ അല്ലാഹുവിന്റെ ഹബീബ് കിടന്നിറങ്ങിയത് ഈ തപ്പനയോല വിരിച്ചിട്ട് അതിന്റെ മുകളിലായിരുന്നു. നല്ലൊരു വീടില്ല, നല്ല ഭക്ഷണം അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചിരുന്നില്ല. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല ഒരു സ്വഹാബത്ത് തന്റെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിക്കുകയാണ്. തന്റെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചു. വിഭവ സമൃദ്ധമായ പലതരം ഭക്ഷണങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വെച്ചിട്ട് ആയിഷ ബീവിയോട് കഴിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല ആ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വിതുമ്പി കരയുകയാണ്. ആ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് കരയുമ്പോ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിച്ചു, യാ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനീൻ, അങ്ങെന്തിനാ കരയുന്നത്? അങ്ങെന്തിനാ എന്തിനാ കരയുന്നത് ഉമ്മ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതകാലത്ത് ഇതുപോലൊരു ഭക്ഷണം അല്ലാഹുവിന്റെ ഹബീബ് കണ്ടിട്ടേയില്ല. ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ഒരു ഭക്ഷണം കണ്ടിട്ട് പോലുമില്ലെന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച ആയിഷ ബീവി എന്ന പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നല്ല ഭക്ഷണം കഴിച്ചിരുന്നില്ല, ദിവസവും പട്ടിണിയായിരുന്നു. പലപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് റസൂൽ അവിടുന്നാണല്ലോ വഫാത്തായത്. ബീബായ നബി തങ്ങളുടെ വീട്ടിലേക്ക് ആയിഷയുടെ തന്റെ മകളുടെ വീട്ടിലേക്ക് പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ആയിഷ ബീവി ദുഃഖിതയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടില് തന്റെ മകളെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ വീട്ടിന്റെ ഉള്ളിലെ അവസ്ഥയൊന്ന് പരിശോധിച്ചു നോക്കിയപ്പോ വല്ലാത്ത പരിതാപകരമായ അവസ്ഥയാണ്. ആ വീടിന്റെ ഉൾഭാഗം അടുപ്പിൽ തീ പറ്റിച്ചതായ ഒരു അടയാളവും കാണാനില്ല. അടുപ്പിൽ തീ പറ്റിച്ചിട്ട് ദിവസങ്ങളേറെയായി. ആയിഷ ബീവിയോട് ആ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആയിഷ, എന്താ ആയിഷ ഇവിടെ ഈ അടുപ്പിൽ തീ പറ്റിച്ചിട്ടൊന്നും ഒരു അടയാളമില്ലല്ലോ, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാറില്ലേ? ആയിഷ ബീവി കരയാണ്. ഗദ്ഗദചിത്തയായ ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ നിഴല് പോലെ അബൂബക്കർ എപ്പോഴും ഹബീബായ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. ആ അബൂബക്കർ പോലും അറിയാത്ത രഹസ്യം ആയിഷ ബീവി റളിയല്ലാഹു തആല പറയാണ്, എന്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങ് എപ്പോഴും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടും അങ്ങ് പോലും അറിയാത്ത രഹസ്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ പലപ്പോഴും പട്ടിണിയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാകുമായിരുന്നില്ല. മുശഹറൈനി മുതതാബിഈനി 2 മാസം തുടർച്ചയായി ഈ അടുപ്പിൽ തീ പറ്റിക്കാത്ത മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്ഭുതത്തോടെ ചോദിച്ചു, പിന്നെ എങ്ങനെയാ നിങ്ങളുടെ ജീവിതം? എങ്ങനെയായിരുന്നു ആയിഷ നിങ്ങൾ ജീവിച്ചിരുന്നത്? ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, കാരക്കയും പച്ചവെള്ളവുമായിരുന്നു. 1 കിലോ കാരക്ക അല്ലട്ടോ, ഒരു കാരക്ക അല്ലെങ്കിൽ 2 കാരക്ക ഉണ്ടാകും. ഹബീബായ നബി വന്നാൽ ആ 2 കാരക്ക എടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഞാൻ വെക്കും. 1 ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടും ഹബീബായ നബി തങ്ങൾ 1 കാരക്ക എടുത്ത് തിന്നുമ്പോ അടുത്ത കാരക്ക എടുത്തിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങും. അല്ലാഹുവിന്റെ ഹബീബ് അത് തിന്നോട്ടെ എന്ന് കരുതി ഞാൻ മാറി നിൽക്കുമെന്നാലും എന്നെ വിടൂല. അല്ലാഹുവിന്റെ ഹബീബ് എന്നെ വിളിച്ചു വരുത്തിയിട്ട് ആ 1 കാരക്ക എന്റെ വായിൽ വെച്ചതനന്തരം അല്ലാഹുവിന്റെ ഹബീബ് ആ 2 കാരക്കയും തിന്നുമായിരുന്നില്ല. ഇങ്ങനെയായിരുന്നു എന്നെയോ ഹബീബായ നബിയുടെ ജീവിതമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പോലും അറിയുന്നത് അപ്പോഴാണ്. പറയില്ലായിരുന്നു റസൂലുള്ളാഹി, ഒരാളോടും പറയില്ല പരാതി. സൈനബ് റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹ പറയാണ്, പള്ളിയിൽ മദീന പള്ളിയിൽ ക്ലാസ് ഉണ്ടാകും. എപ്പോഴും റസൂലുള്ളാഹിക്ക് അതാണല്ലോ പണി, ക്ലാസ് ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞ് സ്വഹാബാക്കൾക്ക് ഉപദേശങ്ങളൊക്കെ നൽകി എല്ലാവരും ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും റസൂലുള്ളാഹി തങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറയും. ആ പ്രബോധനത്തിന്റെ ആദ്യകാലങ്ങളിൽ ഹബീബായ നബി തങ്ങൾ എല്ലാവരും പറയും, ഭക്ഷണം കഴിച്ചിട്ട് വരും എല്ലാവരും. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകും. അല്ലാഹുവിന്റെ ഹബീബും വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരും. സ്വഹാബാക്കളുടെ മുന്നിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് ഞാനും ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഹബീബായ നബിയും അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് വരും. അല്ലാഹുവിന്റെ ഹബീബിന് അറിയാം, എന്റെ വീട്ടിൽ ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല. ഞാൻ കൊണ്ടുവരുന്നെങ്കിലല്ലേ ഉണ്ടാവാ, ഞാൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ, അവിടെ ഒന്നും ഉണ്ടാവില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നാൽ സൈനബ് റളിയല്ലാഹു അൻഹ പറയാണ്, വീട്ടിലേക്ക് വന്നാൽ എന്താ ചെയ്യാന്നറിയോ? സ്വഹാബാക്കളൊക്കെ ഭക്ഷണം കഴിച്ച് വരുന്നത് വരെ ഹബീബായ നബി തങ്ങൾ ആ വീടിന്റെ ഒരു മൂലയിൽ ചുരുണ്ട് കിടക്കും. വിശപ്പ് കൊണ്ടാണ് ആ കിടക്കുന്നത്.
കൊടുക്കുന്നത്? ഞങ്ങൾക്കതറിയാം. ഞങ്ങൾ നേരെ അള്ളാന്റെ ഹബീബിന്റെ അരികിൽ ചെന്നിട്ട് ഞങ്ങളുടെ കയ്യിലും ഒന്നും ഉണ്ടാവില്ലല്ലോ, അള്ളാന്റെ ഹബീബിന്റെ വയറ് തടവി കൊടുക്കുമായിരുന്നു എന്ന് സൈനബ് റളിയല്ലാഹു അൻഹ പറയുമ്പോ, ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ ഉറക്കണമെന്നിട്ട് ഉറക്കം വരുന്നില്ല, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. ഹബീബായ നബി തങ്ങൾ പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുക. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിലോ. ഒന്നും മിണ്ടാതെ അള്ളാന്റെ ഹബീബ്, ഫാത്തിമ ബീവി തന്റെ പൊന്നുമോളാണ്, കരളിന്റെ കഷ്ണമാണ്. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി ചെന്നു. ഫാത്തിമ ബീവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമെന്ന അവസ്ഥ അറിയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയുടെ വീട്ടിന്റെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഒരു വീട്ടിന്റെ ഒരു മൂലയിൽ രണ്ടുപേരും ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. അള്ളാന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. അവിടെ കയറിയപ്പോൾ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവർക്ക് പരിസരം ഏകദേശം ബോധ്യപ്പെട്ടു. ഭക്ഷണമില്ലാതെ വിശന്നിട്ടാണ് ആ പൊന്നുമക്കൾ ഉറങ്ങുന്നത്. ഭക്ഷണമില്ലാതെ വിശന്നിട്ടാണ് ആ പൊന്നുമക്കൾ ഉറങ്ങുന്നത്. ഫാത്തിമ ബീവിയുടെ കുടുംബവും അന്ന് പട്ടിണിയായിരുന്നു. ഒന്നും മിണ്ടിയില്ല. ഹബീബായ നബിയുടെ കണ്ണ് നിറഞ്ഞുപോയി. അള്ളാന്റെ റസൂൽ നിറകണ്ണുകളോടെ ഫാത്തിമാന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടെ ഇരുന്ന് കരയാണ്. എന്താ കരഞ്ഞെന്നറിയോ? എന്റെ ഉപ്പ കയറി വന്നത് വിശന്നിട്ടാണല്ലോ, എന്റെ ഉപ്പാക്ക് കൊടുക്കാൻ ഒരു ഉണക്ക പത്തിരി പോലും വീട്ടിലില്ലാതെ പോയല്ലോ. ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഫാത്തിമ ബീവി കരയാൻ തുടങ്ങി. അള്ളാന്റെ ഹബീബ് നേരെ ഉഹദിന്റെ അടിവാരത്തിലേക്ക് ചെന്നു. എന്ത് പ്രയാസം വരുമ്പോഴും എന്ത് പ്രശ്നം വരുമ്പോഴും അള്ളാന്റെ ഹബീബ് ആരോടും പറയൂല. തന്റെ കൂടെ ഉണ്ടാകുമായിരുന്ന അബൂബക്കറിനോട് പറയില്ല. താൻ എന്ത് പറഞ്ഞാലും ചങ്ക് പറിച്ചു തരാൻ തയ്യാറുള്ള, എല്ലാ സമ്പത്തും തങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവെക്കാൻ തയ്യാറുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവിടെയുണ്ട്. ഒന്നും പറയില്ല. അള്ളാന്റെ ഹബീബ് നേരെ എവിടെ പോകുമെന്നറിയോ? നേരെ ഉഹദിന്റെ താഴ്വാരത്ത് പോകും. എന്നിട്ട് ഉഹദിനോട് തന്റെ സങ്കടം പറയും. അങ്ങനെയാണ് അള്ളാന്റെ റസൂലിന്റെ പതിവ്. അന്ന് ഉഹദിന്റെ താഴ്വാരത്തേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുപോയി. അവിടെ ഇരുന്ന് ഒരു പാറയുടെ മുകളിൽ ഇരുന്നിട്ട് ഉഹദിനോട് തന്റെ സങ്കടം പറഞ്ഞ് കരഞ്ഞപ്പോ ഹബീബായ നബിയുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ ഹബീബേ, അങ്ങ് കരയുന്നത് അല്ലാഹുവിന് സഹിക്കാൻ കഴിയൂല, അങ്ങയുടെ റബ്ബിന് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് റബ്ബ് എന്നെ പറഞ്ഞയച്ചതാണ്. അങ്ങേക്ക് എന്താ വേണ്ടത് നബിയേ? ഉഹുദ് മല മുഴുവനും സ്വർണ്ണമാക്കി തരണോ അങ്ങേക്ക്? ഈ ദുനിയാവ് മുഴുവനും അങ്ങേക്കുള്ളതല്ലേ? പിന്നെ എന്തിനാ നബിയെ അങ്ങ് വിഷമിക്കുന്നത്? എന്തിനാ നബിയെ അങ്ങയുടെ മനസ്സുവേദനിക്കുന്നത്? അങ്ങേക്ക് വേണോ? അങ്ങേക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഉഹുദ് മല മുഴുവനും സ്വർണ്ണമാക്കാൻ എന്നോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ദൈവായ നിബിധങ്ങൾ പറഞ്ഞു, വേണ്ട ജിബ്രീൽ, വേണ്ട. അല്ലാഹുമ്മ ഹീനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഅദ്ഖിൽനി ഫിൽ ജന്നതി മഅൽ മസാകീൻ. അല്ലാഹുവേ, എന്നെ മിസ്കീനായി നീ ജീവിപ്പിച്ചാ മതി, എന്നെ മിസ്കീനായി നീ മരിപ്പിച്ചാ മതി. മിസ്കീന്മാരുടെ കൂടെ എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ റബ്ബേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ദുആ ചെയ്യാൻ. അതാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വീടിന്റെ അവസ്ഥയുണ്ടായിരുന്നത്. പട്ടിണിയായിരുന്നു, പലപ്പോഴും മുഴുപട്ടിണിയായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനായിരുന്നു അങ്ങനെ സഹിച്ചത്? ആരോഗ്യമില്ല. അല്ലാഹുവിന്റെ റസൂലിനെ ജോലി ചെയ്ത് തന്റെ മക്കളെ നന്നായി പോറ്റാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു. കച്ചവടം ചെയ്ത് നല്ല ലാഭം ഉണ്ടാക്കി ഈത്തപ്പഴത്തോട്ടം വാങ്ങിച്ചു കൂട്ടാമായിരുന്നു. എല്ലാം ചെയ്യാൻ അല്ലാഹുവിന്റെ ഹബീബിന് കഴിയുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ചെയ്തില്ലെന്നറിയോ? നമുക്ക് വേണ്ടി നമ്മുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നരകത്തിൽ വീഴുമായിരുന്ന നമ്മളെ കള്ളു കുടിച്ച് ഓടയിൽ വീണ് ജീവിതം നശിച്ചു പോകുമായിരുന്ന നമ്മളെ, പലിശ വാങ്ങിച്ച് അക്രമം ചെയ്യുമായിരുന്ന നമ്മളെ, വ്യഭിചരിച്ച് ജീവിതം തുലക്കുമായിരുന്ന നമ്മളെ, നല്ല മാന്യന്മാരായ വ്യഭിചരിക്കാത്ത, കള്ളു കുടിക്കാത്ത, കളവ് പറയാത്ത ഒരു സമൂഹമാക്കി മാറ്റാൻ, നമ്മളാക്കി മാറ്റാൻ, നമ്മളെ നല്ല മനുഷ്യരാക്കി മാറ്റാൻ പ്രിയപ്പെട്ട ഉമ്മമാരെ നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ ഭർത്താക്കന്മാരെ കള്ളുകുടിച്ച് നാലുകാലിൽ കയറി വന്ന് അടിക്കുമായിരുന്നു. നമ്മുടെ മക്കളെ അടിക്കുമായിരുന്നു, ഭീകരമായി മർദ്ദിക്കുമായിരുന്നു. അവരെ നല്ലൊരു മുഅ്മിനാക്കി മാറ്റാൻ, കള്ളുകുടിക്കാത്ത ഭാര്യയെ സ്നേഹിക്കുന്ന, മക്കളെ പോറ്റുന്ന, ഭാര്യയുടെ കടമകൾ നിറവേറ്റുന്ന നല്ല ഒരു മനുഷ്യനാക്കി മാറ്റാൻ സർവോപരി നമ്മൾ
നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജോലിക്ക് പോകാൻ സമയമില്ലാതെ ഏത് സമയവും പ്രബോധനത്തിലാണ്, ഏത് സമയവും നന്മ ഉപദേശിക്കുന്ന തിരക്കിലാണ്, ഏത് സമയവും തിന്മ വിലക്കുന്ന തിരക്കിലാണ്. ആളുകളെ നന്നാക്കാൻ വേണ്ടി നടക്കുകയാ. ജോലി ചെയ്യാൻ സമയം കിട്ടിയില്ല, കച്ചവടം ചെയ്യാൻ സമയം കിട്ടിയില്ല, തന്റെ മക്കൾ പട്ടിണി കിടക്കുമ്പോ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ സമയം കിട്ടിയില്ല, പലർന്നുറങ്ങുന്ന കുഞ്ഞുമക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സമയം കിട്ടിയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള തത്രപ്പാടിലായിരുന്നു ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരുപാട് കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങളാ, എത്ര ദിനരാത്രങ്ങളാ നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചതുപോലെ, നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചതുപോലെ എത്ര ദിനരാത്രങ്ങളാ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി എത്രയോ ഉറക്കമൊഴിച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂല്. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, ഒരു ദിവസം പാതിരാത്രി ഞാൻ ഉറക്കമുണർന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ വിരിപ്പിൽ കാണുന്നില്ല. ഞാൻ പേടിച്ചു പോയി. കാരണം പെണ്ണുങ്ങളുടെ മനസ്സല്ലേ പെട്ടെന്ന് വേറെ ചിന്തയാണല്ലോ വരിക. ആയിഷ ബീവി ഒരു പെണ്ണാണല്ലോ. ആയിഷ ബീവി വിചാരിച്ചു കുറെ ഭാര്യമാരുണ്ടല്ലോ, മറ്റേതെങ്കിലും ഭാര്യമാരരികിൽ എന്നോട് പറയാതെ റസൂൽ രാത്രി എഴുന്നേറ്റ് പോയോ? ആയിഷ ബീവിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആയിഷ ബീവിന്റെ വീട്ടിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന എവിടെയാ? മദീന പള്ളിയിലേക്കാണ്. അവിടേക്കാണ് ഒരു കവാടം. മദീനത്തെ പള്ളിയിലേക്കാണ് ഞാൻ ഇറങ്ങിയത്. ആ പള്ളി ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുന്നോട്ട് നടന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ തടഞ്ഞിട്ട് ആയിഷ ബീവി അവിടെ വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലാണ്, ഹബീബായ നബിയുടെ പള്ളിയിലാണ്. ഇന്നത്തെ പോലെ ലൈറ്റ് ഒന്നുമില്ലല്ലോ, സ്വിച്ച് ഇട്ട് നോക്കാൻ. ഇരുട്ടിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ കിടക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അവിടെ ഇരുന്നു അല്ലാഹുവിന്റെ ഹബീബിനെ ശ്രദ്ധിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്ന് ഇങ്ങനെ കരയുകയാണ്. അവിടെ കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. ആയിഷ ബീവി ശ്രദ്ധിക്കുന്നു. എന്താ ദുആ ചെയ്യുന്നറിയോ? തന്റെ ഉമ്മത്തിന് വേണ്ടിയാണ്, തന്റെ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഹബീബായ നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് സുജൂദ് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങെന്തിനാ കരയുന്നത്? അങ്ങെന്തിനാണ് ഇന്നത്തെ രാത്രി ഇങ്ങനെ ബേജാറാവുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് അടുത്ത സമയമാണ്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞ വാക്യം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, എന്റെ ഉമ്മത്തിനെ ഓർത്തിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. എന്റെ ഉമ്മത്തിനെ ഓർത്തിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. മക്കളെ ഓർത്തിട്ടല്ല, ഭാര്യമാരെ ഓർത്തിട്ടല്ല, എന്റെ ഉമ്മത്തിനെ ഓർത്തിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ആയിഷ, എന്താ കാര്യമെന്നറിയോ? ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ എന്റെ ഉമ്മത്തിനാരാ പിന്നെയുള്ളത്? എന്റെ ജീവിതകാലത്ത് എന്ത് പ്രയാസമുണ്ടായാലും എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അവരെന്നരികിലേക്കല്ലേ ഓടി വരാറുള്ളത്? എന്നോടല്ലേ അവർ സങ്കടം പറയാറുള്ളത്? അവരുടെ കുടുംബപരമായ പ്രശ്നമാണെങ്കിലും, അവരുടെ സാമ്പത്തികമായ പ്രശ്നമാണെങ്കിലും, അവരുടെ മാനസികമായ ബുദ്ധിമുട്ടാണെങ്കിലും എന്തും എന്നോട് അവർ വന്ന് പറയുമ്പോ ഞാൻ അവർക്ക് വേണ്ടി എന്റെ റബ്ബിനോട് ദുആ ചെയ്യാറുണ്ട്. അവർക്ക് സമാധാനം കിട്ടാറുണ്ട്. അവരെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞേക്കാറുണ്ടല്ലോ, ആയിഷ, ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ എന്റെ ഉമ്മത്ത് പിന്നെ ആരോടാ പറയാ? അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആരാ ഉള്ളത്? അവർക്ക് പിന്നെ ആരാ ഉള്ളതെന്നോർത്ത് ഞാൻ എനിക്ക് വല്ലാതെ വേവലാതിയാകും. ആയിഷ, അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകം മുഴുവനും കൂരിരുട്ടിന്റെ ഇരുളിൽ പുലർച്ചുറങ്ങുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് വേണ്ടി നമ്മുടെ കാര്യം കൊണ്ടുകൊണ്ട് ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളിൽ കരയുകയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, നമ്മൾക്ക് മനസ്സിലാക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് വേണ്ടി ഒരുപാട് ഉറക്കമൊഴിച്ചിട്ടുണ്ട്, ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഉപ്പയെ പോലെ, നമ്മുടെ ഉമ്മയെ പോലെ, നമ്മുടെ മറ്റുള്ളവരെ പോലെ. അപ്പൊ നമ്മൾ സ്നേഹിക്കണ്ടേ ആ അല്ലാഹുവിന്റെ ഹബീബിനെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ അല്ലാഹുവിന്റെ റസൂലിനെ നമ്മുടെ ഉമ്മയോളം സ്നേഹിക്കാം, അല്ലേ? നമ്മുടെ ഉപ്പയോളം സ്നേഹിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരോളം സ്നേഹിക്കാം. എന്നാൽ അവിടെ നിന്നും നിന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? അതിനേക്കാളും എന്നെ സ്നേഹിക്കണം എന്നല്ലേ?
നിങ്ങളുടെ ഉമ്മയെക്കാളും നിങ്ങളുടെ ഉപ്പയെക്കാളും നിങ്ങളുടെ മറ്റുള്ളവരെക്കാളും. അതെന്തിനാണ് അതിനെക്കാളും സ്നേഹിക്കുന്നത്? അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ മഹ്ശറ വൻസബയില യൗമ യഫറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി വുജൂഹുൻ യൗമഇദിൻ മുസ്ഫിറ ളാഹികത്തുൻ മുസ്തബ്ശിറ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് മഹ്ശറ വൻസബയില അവിടെ നമ്മളെല്ലാവരും പരസ്പരം കാണും. യുബസ്സറൂനഹും യവദ്ദുൽ المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه. സ്വന്തം ഉമ്മ മകനെ പകരം കൊടുത്ത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണത്. സ്വന്തം ഉമ്മ തന്റെ മകനെ ഒരു നേരം കാണാതായാൽ കരഞ്ഞു പോകുന്ന, രാത്രി 9 മണിക്ക് വരുന്ന മകൻ 9:30 ആയി പോയാൽ ഉമ്മാക്ക് വേവലാതിയാണ്. ചോറ് വിളമ്പ് വെച്ചിട്ട് മോനെ കാത്തിരിക്കുന്ന ഈ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മ നാളെ മഹ്ശറയിൽ നിന്ന് അതേ മോനെ അല്ലാഹുവോട് പറയാണ്, പടച്ചോനെ ഇവൻ കാരണമായിട്ടാണ് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയാതെ പോയത്, അതുകൊണ്ട് ഇവനെ പിടിച്ച് നരകത്തിലിട്ടോ, പകരം എന്നെ രക്ഷപ്പെടുത്തെന്ന് പറയുന്ന ഒരു ദിവസം എല്ലാവരും യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഉമ്മയിൽ നിന്ന് മകനോടുന്ന ദിവസം, മകനിൽ നിന്ന് ഉമ്മയോടുന്ന ദിവസം, ഭർത്താവിൽ നിന്ന് ഭാര്യയോടുന്ന ദിവസം, ഭാര്യയിൽ നിന്ന് ഭർത്താവോടുന്ന ദിവസം, എല്ലാവർക്കും അവരവരുടെ കാര്യത്തിൽ ബേജാറിലാണ്. അമ്പിയാക്കളെ പോലും തിരശീലക്ക് പിന്നിലൊഴിക്കുന്ന സമയം അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും കൈവടിയുന്ന സമയം നഫ്സി 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 നഫ്സിയാ യൗമ യദൂ ഖൈറ ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി. ആദം അലൈഹിസ്സലാം മുതലുള്ള അമ്പിയാക്കന്മാരും സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്താനുള്ള തത്രപ്പാടിൽ ഓടി ഓടിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന്റെ താഴ്ഭാഗത്ത് നിന്ന് സുജൂദ് ചെയ്യുകയാണ്. അവിടെ കിടന്ന് കരയുമ്പോ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, ജിബ്രീൽ എന്റെ ഹബീബിനെ പറ്റിയതാ. അല്ലാഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് യാ ഹബീബി യാ മുഹമ്മദ് ഇർഫഅ റഅസക യാ മുഹമ്മദ് ഇർഫഅ റഅസക യാ മുഹമ്മദ് സയ്യിദുദീക. മുഹമ്മദേ കരയല്ല, അങ്ങ് കരയരുത്, അങ്ങയുടെ കണ്ണീര് വീഴരുത്, അങ്ങ് തല ഉയർത്തുക, അങ്ങേക്ക് എന്താ വേണ്ടത് അങ്ങനോട് ചോദിച്ചോളൂ. അല്ലാഹുവിന്റെ ഹബീബ് കരയേണ്ടത് അല്ലാഹുവിന് ഇഷ്ടമേ അല്ല. കാരണം അല്ലാഹു ഹബീബിനോട് അത്ര ഇഷ്ടമാണ് തന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അല്ലാഹുവിന്റെ ഹബീബിനോട് തല ഉയർത്താൻ പറയുന്നു. എന്താ വേണ്ടത് ചോദിക്കാൻ പറയുമ്പോ ആദം വരെയുള്ള അമ്പിയാക്കൾ മുഴുവനും സ്വന്തം ശരീരത്തെ രക്ഷപ്പെടാനുള്ള തത്രപ്പാടിനോടുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വജ്രായുധം എടുത്ത് ഉപയോഗിക്കുകയാണ്. ഏതാണ് ആ വജ്രായുധം? ഹബീബായ നബിതങ്ങൾ പറഞ്ഞല്ലോ, എല്ലാ അമ്പിയാക്കന്മാർക്കും ഓരോ ദുആ അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും സ്വീകരിക്കുന്ന ദുആയാണ്. ആ അമ്പിയാക്കൾ മുഴുവനും അത് ചോദിച്ചു കഴിഞ്ഞു, അവരുടെ ആവശ്യത്തിന് വേണ്ടി അത് ചോദിച്ചു കഴിഞ്ഞു. ഞാൻ ചോദിച്ചിട്ടില്ല. എന്താ ഞാൻ ചോദിക്കാത്തത്? എന്റെ മക്കൾക്ക് വേണ്ടി എനിക്ക് ചോദിക്കാമായിരുന്നു, എന്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് ചോദിക്കാമായിരുന്നു, ഞാൻ ചോദിച്ചിട്ടില്ല. എന്താ ചോദിക്കാത്തതെന്നറിയോ? നാളെ മഹ്ശറയിൽ എന്റെ ഉമ്മത്തിന് വേണ്ടി ചോദിക്കാനാണ് ഞാനൊരു മാറ്റി വെക്കുന്നതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞ ദുആ അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവോട് പറയാ, എന്റെ ഉമ്മത്തിനെ കാണുന്നില്ലേ, അവര് വല്ലാത്ത പ്രയാസത്തിലാണ്. ഒന്നുകിൽ അവരെ നരകത്തിലേക്ക്, അല്ലെങ്കിൽ അവരെ സ്വർഗത്തിലേക്ക് എന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് അവര് കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് കഴിയൂല. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുമ്പോഴാണ് വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹ്ശറയിലേക്ക് എഴുന്നള്ളുന്നത് ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ്. അവിടെ നമ്മുടെ ഉമ്മ കൈവിടുമ്പോ, നമ്മുടെ ഉപ്പ കൈവിടുമ്പോ, നമ്മുടെ ഭർത്താവ് കൈവിടുമ്പോ, നമ്മുടെ ഭാര്യ കൈവിടുമ്പോ അവിടെ നമ്മളെ രക്ഷപ്പെടുത്താൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഇനി പറയേ, ഉമ്മനെക്കാളും സ്നേഹിക്കണ്ടേ, ഉപ്പാനെക്കാളും നമ്മൾ സ്നേഹിക്കണ്ടേ? ഇതിന് കാരണമില്ലേ നമുക്ക്? അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കാൻ ഇനി എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? അള്ളാന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ എങ്ങനെ? ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം ഞാൻ പറയാം, അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചത് അതുപോലെ സ്നേഹിക്കണം. അതുപോലെ സ്നേഹിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നമ്മൾ നടത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതോടൊന്നും നമുക്കാവില്ലെങ്കിലും അല്ലാഹു അതിന്റെ ഒരു ചെറിയ കണികയെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഇട്ടുതരുമാറാവട്ടെ. പുണ്യ നബിയോടുള്ള സ്നേഹം, ആ സ്നേഹത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ. അത് നമുക്ക് ലാസ്റ്റ് പറയാം. അതെങ്ങനെ പ്രകടിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും, സ്നേഹം ഉണ്ടായാലുള്ള അടയാളം എന്താണ്, അതിനുള്ള വഴി എന്താണ്, ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് പറഞ്ഞു നിർത്താം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വളരെ ചുരുക്കി ഞാൻ പറയാം, എങ്ങനെയാണ് ഒന്നാമതായി ആരാണ് ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ചത്? അബൂബക്കർ സിദ്ദീഖിനെ. ഒന്നാം നമ്പർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അതല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഖിലാഫത്ത് ഏറ്റെടുത്ത സന്ദർഭം ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്തായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഖലീഫ സ്ഥാനം ഏറ്റെടുത്തിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരുന്ന കസേരയുടെ മുകളിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബിനോട് ഇരിക്കാൻ വേണ്ടി സ്വഹാബാക്കൾ പറഞ്ഞപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കറിന്റെ കസേരയിൽ ഉമർ ഇരിക്കുകയോ അതിന് യോഗ്യതയില്ല ഉമറിന്. എവിടെ അബൂബക്കറിന്റെ കസേരയിൽ ഞാൻ ഇരിക്കാനോ? ആരാണ് അബൂബക്കർ? അബൂബക്കറിന്റെ ഒരു ദിവസത്തിന് പോലും ഉമറിന്റെ ഒരായുസ് മുഴുവനും തൂക്കം നിൽക്കില്ല. നിങ്ങൾക്കറിയില്ല, ഉമറിന്റെ ഒരായുസ് മുഴുവനും ഒരു തട്ടിന് കൊണ്ടുവച്ച് അബൂബക്കറിന്റെ ഒരു ദിവസം ഒരു തട്ടിനും വെച്ചാൽ അബൂബക്കറിന്റെ ആ ഒരു തട്ടിനാണ് തൂക്കം കിട്ടുക. ആണ് അബൂബക്കർ. ഏതാണ് ആ ദിവസം എന്നറിയോ? ഏതാണ് ആ ഒരു ദിവസം എന്നറിയോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂബക്കറിന്റെ ആ ഒരു ദിവസം ഏതാണെന്നറിയോ? ഹിജ്റയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഉണ്ടായിരുന്ന ദിവസമാണ്. ഏതാ ദിവസം അത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ ദിവസം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലും അബൂബക്കറാണ്, പിന്നിലും അബൂബക്കറാണ്, വലതുഭാഗത്തും അബൂബക്കറാണ്, ഇടതുഭാഗത്തും അബൂബക്കറാണ്. എവിടെ നോക്കിയാലും അബൂബക്കറാണ്. അങ്ങനെ പറയാൻ കാരണം അല്ലാഹുവിന്റെ ഹബീബുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോ അബൂബക്കറിന്റെ സ്വഭാവം എന്തായിരുന്നു? അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകെ മുഖക്ക പകർച്ചയായി വിയർത്ത് കുളിച്ച് ലേവനാതിയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ കുറേ ദൂരം ഓടി കുറേ ദൂരം നോക്കും, എന്നിട്ട് തിരിച്ച് പിന്നെ ഇങ്ങോട്ട് ഓടി വരും. ഓടി വന്നിട്ട് പിൻഭാഗത്തേക്ക് കുറേ ദൂരം ഓടും, എന്നിട്ട് അവിടെ ഒന്ന് നോക്കും, പിന്നെ ഓടി വരും, പിന്നെ വലതു ഭാഗത്തേക്ക് ഓടും, എന്നിട്ട് പിന്നെയും തിരിച്ചു വരും, ഇടതു ഭാഗത്തേക്ക് ഓടും. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന് കവചമൊരുക്കിയിട്ട് ഒരു കോഴിക്കുഞ്ഞിനെ, ഒരു കോഴി തള്ളക്കോഴി കൊണ്ടുപോകുന്നത് പോലെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നാര നബിയെ, തന്റെ കരളിന്റെ കഷ്ണമായ ഹബീബായ നബി തങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുപോവാ. എങ്ങോട്ടിങ്ങനെ ഓടും? മുന്നോട്ട് കുറെ ഓടും, പിന്നോട്ട് കുറെ ഓടും, വലതു ഭാഗത്ത് കുറെ ഓടും, ഇടതു ഭാഗത്ത് കുറെ ഓടും. ശത്രുക്കൾ ആരെങ്കിലും വരുന്നുണ്ടോ? ആരെങ്കിലും കാണുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിനെ അങ്ങനെ കൊണ്ടുപോയി അവിടെ സൗറന്ന ഗുഹയുടെ ഉള്ളിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ 3 ദിവസം അവിടെ കഴിച്ചു കൂട്ടിയില്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഗുഹയുടെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഇവിടെ നിൽക്കൂ, ഞാനതിന്റെ ഉള്ളിലൊന്ന് കയറി നോക്കട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയുടെ ഉള്ളിലേക്ക് കയറി പരിസരമെല്ലാം വൃത്തിയാക്കി തന്റെ കുപ്പായം കീറിയിട്ട്, തന്റെ കുപ്പായം അഴിച്ചു കീറിയിട്ട് ഓരോ കഷ്ണങ്ങളായി അതിന്റെ ഓരോ വിടവുകളും കുത്തി കയറ്റുകയാണ്. വല്ല ജന്തുക്കളും ഇഴജന്തുക്കളും അല്ലാഹുവിന്റെ ഹബീബിനെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി അവസാനം ഒരു ദ്വാരം മാത്രം ബാക്കിയായി. നമുക്കറിയാലോ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ഉള്ളിലേക്ക് കടന്നു. അബൂബക്കർ
സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് പുന്നാര നബി കിടക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കുന്ന പുന്നാര നബിയെ സംരക്ഷിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പകരം നൽകിയത് തന്റെ സ്വന്തം ജീവനാണ്. തന്റെ സ്വന്തം ജീവൻ കൊണ്ടാണ് അവസാനത്തെ ദ്വാരമടക്കുന്നത്. തുണിക്കഷ്ണമില്ലാതെ വന്നപ്പോ തുണിക്കഷ്ണം മുഴുവനും കഴിഞ്ഞ് ഒരു ദ്വാരം മാത്രം, ഒരു വിടവ് മാത്രം ബാക്കിയായപ്പോ ആ വിടവിലൂടെ വല്ല ഇടജന്തുവും വന്ന് കടിക്കാതിരിക്കാൻ തന്റെ ജീവൻ കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വിടവ് തന്റെ ചൂണ്ടുവിരൽ കൊണ്ട്, തന്റെ ചുണ്ടൻ വിരൽ കൊണ്ട്, തള്ളവിരൽ കൊണ്ട് അടച്ചു പിടിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ തള്ളവിരലിലേക്കാണ് വിഷസർപ്പം മാഞ്ഞുകൊത്തിയത്. വേദന സഹിക്കാൻ കഴിയാതെ വിഷം കയറി തന്റെ കാല് മുഴുവനും നീല നിറമായിട്ടും അബൂബക്കറിന്റെ കാൽ അവിടെ നടക്കിയില്ല. അല്ലാഹുവിന്റെ ഹബീബിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി തന്റെ ജീവൻ ബലി നൽകുകയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ഒരു ദിവസമല്ലോ പറയാം, ആ ഒരൊറ്റ ദിവസം എന്റെ ആയുഷ്കാലം മുഴുവനും ഒരു തട്ടിലും, ആ ഒരു ദിവസം ഒരു തട്ടിലും വെച്ചാൽ അബൂബക്കറിന്റെ തട്ടിത്രമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വെറും പറച്ചലായിരുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ തന്റെ ജീവനേക്കാൾ സ്നേഹിക്കണമെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ വെറും വായ പറച്ചലായ അങ്ങനെയായിരുന്നു അവര്. ആ രീതിയിലായിരുന്നു അല്ലാഹുവിന്റെ റസൂലിനെ അവർ സ്നേഹിച്ചിരുന്നത്. രണ്ടാമൻ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞാളാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞാളാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ വിവരം അറിഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായ എന്ന വിവരം അറിഞ്ഞ ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക്. കയറി നോക്കിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കിടക്കുന്ന കാണുന്നത്. സ്ത്രീകളെ, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി കിടക്കുന്ന രംഗാ കാണുന്നത്. ഉമറിന്റെ സമനില തെറ്റിപ്പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് നേരെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ആരോടാ പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെന്ന്? അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങിക്കിടക്കാൻ, അല്ലാഹുവിന്റെ റസൂൽ ഉണർന്ന് വരും. ഒരാളും അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി ഈ പരിസരത്തേക്ക് വന്നു പോകരുത്. എല്ലാരെയും ഓടിക്കാം. ഒരാൾ ആ ഭാഗത്തേക്ക് വരാൻ പറ്റുന്നില്ല. ഊരിപ്പിടിച്ച പാടുമായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഭ്രാന്തനെ പോലെ ആ വീട്ടിന്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഉമറിനെ കാട്ടിട്ട് പേടിയാവുന്നു. ആർക്കും അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി കിടക്കല്ലേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമനില തെറ്റിപ്പോയി. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സാധ്യമായില്ല. അങ്ങ് തെറ്റിപ്പോയി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കണേ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, ഉസ്മാൻ ഖദ് തുഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിരിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു തന്നെ. ശ്രദ്ധിക്കുക, അത് കേട്ടിട്ട് ഒന്നും പ്രതികരിച്ചില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞതുമില്ല, ചിരിക്കുന്നുമില്ല, കണ്ണിന് വെള്ളം വരുന്നില്ല, ഒന്നുമില്ല. ആ ഇരിപ്പ് അങ്ങനെ ഇരിക്കാം. വീട്ടുകാര് വിളിച്ചു, ആളുകൾ മുഴുവൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ഉസ്മാൻ അനക്കമേയില്ല. ആ ദിവസം മുഴുവനും അങ്ങനെ ഇരിക്കാൻ, ഭക്ഷണമില്ല, ഒന്നുമില്ല, അങ്ങനെ ഇരിക്കാം. അവസാനം വീട്ടിൽ നിന്ന് ഭാര്യ വന്നുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ ഒന്ന് കരയുസ്മാൻ, അങ്ങയുടെ കണ്ണിൽ ആ സങ്കടം ഒഴുകി പോകട്ടെ, ദുഃഖം കണ്ണിലൂടെ ഒഴുകി പോകട്ടെ ഉസ്മാൻ, ഒന്ന് കരയെങ്കിലും ചെയ്യുന്ന ആളുകൾ വന്ന് പറയുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട്. എന്തായിരുന്നു സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം. അല്ലാഹുവിന്റെ റസൂലിന് രോഗമായി സഫറിലെ ഒടുവിലെ ബുധനിലാണ് അല്ലാഹുവിന്റെ ഹബീബിന് വഫാത്തിന്റെ രോഗം ഉണ്ടാകുന്നത്. സഫറിലെ ഒടുവിലെ ബുധനിലാണ്. അതാണ് ഇപ്പോഴും ചില ആളുകളൊക്കെ പറഞ്ഞ് സഫറിലെ ഒടുവിലെ ബുധൻ വല്ലാത്തൊരു നേസാണ്. അന്ന് രോഗം ഉണ്ടായ ചിലപ്പോൾ മരണം കൊണ്ടേ കലാശിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താൻ കാരണമാകുന്ന പനി ബാധിക്കുന്നത് സഫറിലെ ഒടുവിലെ ബുധനിലാണ്.
ആ പനിയാണ് പിന്നെ റബീഉൽ അവ്വൽ 12 വഫാത്താകുന്നതിലേക്ക് എത്തിക്കുന്നത്. ശ്രദ്ധിക്കണേ, ആ പനി ബാധിച്ചത് മുതൽ മദീന മുഴുവനും ആ റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ മുന്നിലാണ്. മദീന പള്ളിയുടെ മുന്നിൽ. റസൂലുള്ളാഹിന്റെ വീട് എന്ന് പറഞ്ഞാൽ മദീന പള്ളി, ആ പള്ളിയുടെ ചുറ്റുഭാഗത്താണ് ഓരോ വീടും, അതിനോട് ചാരിയിട്ടാണ് ഓരോ വീടുകളുള്ളത്. ആ വീടിന്റെ ആ പള്ളിയുടെയും പരിസരം മുഴുവനും മദീന നിവാസികൾ നിറഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന് സുഖമില്ലാന്ന് കേട്ടതോടുകൂടി ആളുകൾ നിറഞ്ഞിരിക്കുന്നു. മദീന മുഴുവനും ആ പള്ളിയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ആരും എവിടെയും പോകുന്നില്ല. പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, കുഞ്ഞുമക്കൾ പട്ടിണിയിലാണ്. ആരും ഒരു പെണ്ണുങ്ങളും ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. എല്ലാവരും കരയാണ്. അള്ളാഹിന്റെ ഹബീബിനെന്താ പറ്റിയത്? എന്തൊരു സ്നേഹമായിരുന്നു കൂട്ടരെ അവർക്ക് അള്ളാഹിന്റെ ഹബീബിനോട്. എന്തൊരു സ്നേഹമാണ്, ഒരു ഭ്രാന്തായിരുന്നു അവർക്ക്. ഒരാളും ജോലിക്ക് പോകുന്നില്ല, ഒരാണുങ്ങളും ജോലിക്ക് പോകുന്നില്ല, ഒരു പെണ്ണുങ്ങളും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. അവരുടെ മക്കൾ പട്ടിണി കിടന്ന് വിശന്നിട്ട് കരയുന്നുണ്ട്. അതവർക്ക് വിഷയമേ അല്ല. അള്ളാന്റെ ഹബീബിനെ ഒന്ന് കാണണം അവർക്ക്. അള്ളാന്റെ റസൂലിന് സുഖമുണ്ടെന്ന വാർത്തയറിയാം. അത് കേൾക്കാതെ അവർ പോകുന്ന പ്രശ്നമേ ഇല്ല. ദിവസങ്ങൾ അങ്ങനെ കഴിയുകയാണ്. തങ്ങള് അള്ളാന്റെ ഹബീബിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, മദീനയുടെ കാര്യം വലിയ പ്രയാസത്തിലാണ്. എന്ത് പറ്റി? അള്ളാന്റെ റസൂലേ, അങ്ങേക്ക് സുഖമില്ലെന്നറിഞ്ഞത് മുതൽ മദീന മുഴുവൻ ഇവിടെ വന്നിരിക്കുന്നു നബിയേ. അങ്ങയൊന്ന് കാണണം അവർക്ക്. അങ്ങക്ക് സുഖമുണ്ടെന്ന വാർത്തയറിയണം, അല്ലാതെ അവർ തിരിച്ചു പോകൂല. കുഞ്ഞുമക്കൾ പട്ടിണി കിടന്ന് മരിക്കാറായിരിക്കുന്നു റസൂലേ. അള്ളാന്റെ ഹബീബിന് തീരെ കഴിയുന്നില്ല. അള്ളാന്റെ റസൂലിന് തീരെ വയ്യ. അള്ളാന്റെ ഹബീബിന് വല്ലാതെ ബേജാറായി. പഠിച്ചോനെ, മക്കളൊക്കെ പട്ടിണി നടക്കുമല്ലോ. അബ്ബാസ് റളിയല്ലാഹുവിനോട് എന്നൊന്ന് എടുക്കുമെന്ന് പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളും അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു കൂടി അള്ളാന്റെ ഹബീബിനെ ഇങ്ങനെ തോളിൽ ഇങ്ങനെ എടുത്തിട്ട് അള്ളാന്റെ റസൂലിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. റസൂലുള്ളാഹി തങ്ങള് അവരുടെ മുമ്പിൽ ഒന്ന് അഭിനയിച്ചു, ഒന്ന് പുഞ്ചിരിച്ചിട്ട് ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പോയിക്കോളൂ, എനിക്ക് നല്ല സുഖമുണ്ട്, എനിക്ക് നല്ല റാഹത്തുണ്ട്, നിങ്ങൾ ആരും ബേജാറാവണ്ട. അള്ളാന്റെ ഹബീബ് ഒന്ന് പുഞ്ചിരിച്ചു, വയ്യാതെ ഒരു പുഞ്ചിരി ഉണ്ടാക്കി. അള്ളാന്റെ ഹബീബ് അവരോട് പുഞ്ചിരിച്ചു. അത് കേട്ടപ്പോൾ, അത് കണ്ടപ്പോൾ അവർക്ക് വലിയ സമാധാനമായി. ആളുകൾ അവരുടെ വീടുകളിലേക്ക് പോയി. മക്കളെങ്ങള്, അത് അള്ളാന്റെ ഹബീബിന്റെ അവസാനത്തെ ദിവസമാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുഖമുണ്ടെന്ന് വിശ്വസിച്ച് ആളുകൾ മുഴുവനും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. ഒരു സ്വഹാബത്ത് രാവിലെ ജോലിക്ക് പോയതാണ്. തന്റെ ഈ തപ്പനത്തോട്ടത്തിൽ വെള്ളച്ചാല് കയറിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ മകനോട് വന്നുകൊണ്ട് ആ സ്വഹാബത്തിനോട് വിളിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി പോലും എന്ന് തന്റെ മകൻ വിളിച്ചു പറഞ്ഞപ്പോ ആ വൃദ്ധനായ സ്വഹാബത്ത് അവിടെ തരിച്ചു നിൽക്കുകയാ. തന്റെ കയ്യിലെ ആയുധം വലിച്ചെറിഞ്ഞിട്ട് രാജാതിരാജനായ റബ്ബിലേക്ക് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഈ വൃദ്ധനെ കണ്ടുവേണ്ട, എനിക്ക് കണ്ടുവേണ്ട. അള്ളാന്റെ ഹബീബില്ലാത്ത മദീന എനിക്ക് കാണണ്ട. ആ മുത്ത് റസൂൽ വഫാത്തായി കിടക്കുന്നത് കാണാൻ അല്ലാഹുവേ, ഈ വൃദ്ധന് ശക്തിയില്ല, അതുകൊണ്ട് എന്റെ കണ്ണ് നീ തിരിച്ചെടുത്തോളൂ എന്ന് ആ സ്വഹാബത്ത് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോ ആ സ്വഹാബത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. മകന്റെ കയ്യും പിടിച്ചിട്ടാണ് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിൽ വന്നിട്ട് റസൂലുള്ളാഹിന്റെ തിരുശരീരത്തിന്റെ അരികിലിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ തടവിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ വൃദ്ധൻ പാപം ചെയ്തു പോയെങ്കിൽ പൊറുക്കണേ ഹബീബേ. അല്ലാഹുവോട് ഞാൻ പ്രാർത്ഥിച്ചതാണ് എന്റെ കണ്ണിന് കാഴ്ച വേണ്ടെന്ന്. കാരണം എന്നറിയോ? അങ്ങിങ്ങനെ കിടക്കുന്നത് കാണാൻ എനിക്ക് കഴിയൂല, അങ്ങിങ്ങനെ കിടക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല ഹബീബേ. അതുകൊണ്ടാ ഞാൻ റബ്ബിനോട് പറഞ്ഞതെന്ന് ആ വൃദ്ധനായ സ്വഹാബത്ത് അവിടെ ഇരുന്ന് കരഞ്ഞു പറയുകയാണ്. അഷ്റഫുൽ ഖൽഖിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ്. അല്ലാത്ത സ്നേഹമായിരുന്നവർക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. സ്നേഹിക്കാന്ന് പറഞ്ഞാൽ പിൻപറ്റാൻ നല്ല കൂട്ടരെ സ്നേഹിക്കലല്ല. സഹാബാക്കൾ അങ്ങനെ സ്നേഹിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ രീതിയിൽ ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ചു. ഓരോ സഹാബത്തിന്റെ കഥയും കരളലിയിപ്പിക്കുന്ന കഥയായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ സവാദ് റളിയല്ലാഹു അൻഹു സ്നേഹം പ്രസിദ്ധമല്ലേ? അല്ലേ? സവാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ, ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ്. പിന്നെ ശ്രദ്ധിക്കണേ, മടുപ്പോ മടുപ്പ് വരുന്നുണ്ടാ?
ഒരു 3 സ്വലാത്തില്ല ഒന്ന് ഉഷാറാക്കി. സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആത്മീയങ്ങളാ ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ആരും മണിക്കല്ലേ. ഇപ്പം നിർത്തും ഇൻഷാ അല്ലാഹ്. ഞാൻ പഠിപ്പിക്കൂല, നിങ്ങൾ പഠിപ്പിക്കൂല ഇൻഷാ അല്ലാഹ്. അള്ളാന്റെ ഹബീബിന്റെ ചരിത്രം കേട്ടാൽ ആർക്കാ മതിവരില്ല? ആർക്കും മതി വരൂലല്ലേ? അള്ളാന്റെ ഹബീബിൻ്റെത് കേട്ടാൽ നമുക്ക് മതി വരില്ല. അത് സ്നേഹത്തിന്റെ അടയാളം. നമ്മൾ സ്നേഹിക്കുന്നതിനെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല, എത്ര കേട്ടാലും മതിയാവില്ല. പിന്നെയും കേൾക്കാൻ പറ്റുമോ? അള്ളാഹു അത്തരക്കാരിൽ നമ്മളെ പെടുത്തട്ടെ, അള്ളാഹു അത്തരക്കാരിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കൽബ് തുറന്നു തരട്ടെ. അള്ളാഹു നമ്മുടെ കൽബിലേക്ക് അള്ളാഹിന്റെ ഹബീബിനോടുള്ള ഇഷ്ടനെ പ്രവേശിച്ചു തരുമാറാവട്ടെ. ഇത് ശ്രദ്ധിക്കണേ, കുറച്ച് സമയം ഒന്ന് നന്നോടെ കാതും കൽബും തുറന്നൊന്നിരിക്കണേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഹബീബ് സവാദ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് അറിയില്ലേ? സവാദ് റളിയല്ലാഹുവിനെ കണ്ടിട്ടില്ലേ? സവാദ് റളിയല്ലാഹുവിനെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോ ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹുവിനെ ആ യുദ്ധത്തിന്റെ അണികളെ, യുദ്ധത്തിന്റെ സൊഫ് നേരേക്കാം. യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ ആളുകൾ നിർത്തുമല്ലോ, സൊഫ് നേരേക്കാം. ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹുവിനെ കുപ്പായൊക്കെ അയച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പോകാൻ വേണ്ടി അങ്ങനെ നിൽക്കുകയാണ്. കുടലൊക്കെ കുറച്ച് ഉന്തി പിടിച്ചാണ് നിൽക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഒരു ചെറിയ വടിയുണ്ടായി. ഹബീബായ നബിതങ്ങൾ ആ വടിയോട് ഇങ്ങനെ സൊഫ് നേരെയാക്കി വരാൻ. സവാദ് റളിയല്ലാഹുവിന്റെ അടുത്തേക്കോ സവാദ് റളിയല്ലാഹുവിന്റെ കുടലിന് വയറ്റിൽ കുത്തിയിട്ട് പറഞ്ഞു, എന്താ സവാദെ മുന്നോട്ട് കുറച്ച് പിന്നോട്ട് തള്ളി, പിന്നോട്ടേക്ക് പറഞ്ഞു. സവാദ് ചെറുതായി കുത്തി. അള്ളാന്റെ ഹബീബ് അങ്ങനെ കടന്നുപോയി. സവാദ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങനെ കുത്തിയപ്പോ എനിക്ക് വേദനിച്ചിരിക്കുന്നു കേട്ടോ, എന്നെ കുത്തിയിട്ട് അങ്ങ് വേദനിച്ചിരിക്കുന്നു നബിയെ. അള്ളാന്റെ ഹബീബ് വെച്ചു, എന്താ സവാദെ അതിന് വേണ്ടത്? എനിക്ക് പകരം ചോദിക്കണം, ഖിസാസ് എടുക്കണം. അള്ളാന്റെ ഹബീബിനോടാ പറയുന്നത്. ആരുടെ മുന്നിൽ വെച്ചാ? അബൂബക്കർ തന്റെ അടുത്തുണ്ട്, ഉമർ തന്റെ അടുത്തുണ്ട്, അലിയും ഉസ്മാനും തന്റെ അരികിലുണ്ട്. ആരാനുമതിക്ക് അള്ളാന്റെ ഹബീബിനോട് പകരം ചോദിക്കാനോ? എന്താ ഈ സവാദ് പറയുന്നത്? അടുത്തുള്ള ആളുകളൊക്കെ സ്വഹാബാക്കളൊക്കെ അമ്പരന്ന് പോയി. സവാദിന് എന്താ പറ്റിയത്? സവാദ് അങ്ങനെയുള്ള ഒരാളല്ലോ. സവാദിന് സമനില തെറ്റിപ്പോയോ? എവിടെ സവാദ് ഈ പറയുന്നത്? നീ സ്വബോധത്തോടെ പറയുന്നതാണോ? അള്ളാന്റെ ഹബീബിനോട് സവാദ് കൊണ്ടും പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ ഹബീബേ, എനിക്ക് അങ്ങയോട് പകരം വീട്ടണം. സ്വഹാബാക്കളാകെ അമ്പരന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടി കൊണ്ട് പറഞ്ഞു, സവാദേ, എന്താ നീ പറഞ്ഞത്? അള്ളാന്റെ ഹബീബിനോട് പകരം വീട്ടാനോ? അത് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴോ? സവാദ് റളിയല്ലാഹു അൻഹു അതൊന്നും മൈൻഡ് ചെയ്തതേ ഇല്ല. അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ ഉമറിനോട് അങ്ങോട്ട് അകന്നു നിൽക്കാൻ വേണ്ടി പറഞ്ഞു, സവാദേ, വാ സവാദേ, ഇങ്ങോട്ട് വരൂ സവാദേ. വടി കയ്യിൽ കൊടുത്തിട്ട് സവാദിനോട് പറഞ്ഞു, സവാദേ, അങ്ങ് പകരം ചോദിച്ചോളൂ സവാദേ, എനിക്ക് ഒരു പ്രയാസമില്ല. ഹബീബായ നബിതങ്ങളെ റെഡിയായി കൊടുത്തു. അപ്പൊ സവാദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് എന്റെ വയറ്റിലല്ലേ കുത്തിയത്, കുപ്പായത്തുമ്മലല്ലോ, അതുകൊണ്ട് അങ്ങയുടെ വയറ്റിനാണ് എനിക്ക് കുത്തേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്. സ്വഹാബാക്കൾ തലയിൽ കൈവച്ചു പോയി. ഈ സവാദ് എന്താ പറ്റിയത്? പടച്ചവനെ, എന്തൊരു ബുദ്ധിമോശമായി സവാദ് കാണിക്കുന്നത്. സ്വഹാബാക്കളെ കണ്ണ് നിറയുകയാ. ആകാശഭൂമികൾ സ്തംഭിച്ചു പോയി. ആകാശഭൂമികൾ പ്രപഞ്ചം മുഴുവൻ ശബ്ദമായി പോയി. എന്തൊരു വ്യക്തിത്വമായി സവാദ് പറയുന്നത്. ആരോടെ ഈ സവാദ് പറയുന്നത്? അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി തന്റെ കുപ്പായം, തന്റെ ഖമീസ് അങ്ങോട്ട് മാറ്റിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാന്റെ റസൂൽ റെഡിയാവുകയാണ്. തന്റെ ഖമീസ് ഹബീബായ തങ്ങൾ നൈനാർ നബി ത്വാഹ ഖമീസേ കേതി നവിണ്ട സവാദോടി ഗടുത്ത നീതി ഐനാൻ തേരുബതൻ അയർത്ത് നോക്കി അടുത്ത പോളിന്യാശ മിളിയോടുത്തി നൈനാർ നബി ത്വാഹ ഖമീസേ കേതി നവിണ്ട സവാദോടി ഗടുത്ത നീതി മൈമാൻ മാജുഹാൻ മലർ കഞ്ചത്തെ മധുപൂരണം കണ്ടേ പിടികാടുത്തേ
കൈകൾ ഏകമാക്കി ഇതോഹം ചാത്തി കതിരൻ മാശങ്കമൈ കുടിത്ത പോതി മൈനാവനെ വിവാഹ കമീസൈ കേട്ടി നവിണ്ട സാവാടോടി കടുത്ത നീതി പൊരുളായി പാത്തനോട് മുഖമർത്തി പൊളിയും കാടൽ ഇഷ്ടാൽ അണഞ്ഞ മോത്തി അഴിപ്പോ വളർത്തേ അരിന്തും പോലെ ഉള്ളതോ മാണന്തും പൊഴിയാനേ നൈനാറിനെ വിവാഹ കമീസെ കേട്ടി നവിണ്ട സാവാറോടി കടുത്ത നീതി ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട മൊയ്‌വുട്ടി വൈദ്യർ മനോഹരമായത് പറയാ കഥ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് തന്റെ കമീസിനെ അങ്ങനെ കയറ്റി കൊടുത്തു ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൃദുലമായ ആ വയറ സവാദ് റളിയല്ലാഹു അൻഹു കുറേ നേരം കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് തന്റെ കയ്യിലെ വടി പിടിച്ചുകൊണ്ട് സവാദ് നോക്കിയിരിക്കുകയാണ് സ്വഹാബാക്കൾ മുഴുവനും ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയാണ് പ്രപഞ്ചം മുഴുവനും നിശ്ചലമായി നിൽക്കുകയാണ് സവാദിന്റെ കയ്യിൽ നിന്ന് വടി പറക്കാൻ തുടങ്ങി സവാദിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി സവാദിന്റെ വടി വലിച്ചെറിഞ്ഞുകൊണ്ടല്ലാന്റെ ഹബീബിലേക്ക് ഒരു ശരംഖാന ഓടിയെടുത്തിട്ട് ഉന്നാര നബിയുടെ വയറിനെ തന്റെ മുഖത്തോട് ചേർത്തിട്ട് മുത്തുകയാണ് മതിവരാതെ മുത്തി മണക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബിനെ കെട്ടിപ്പിടിച്ചിട്ട് സവാദ് പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ സവാദ് അങ്ങയോട് പകരം ചോദിക്കാനോ ഒരുപാട് കാലമായി നബിയേ അങ്ങയുടെ ശരീരത്തിലൊന്നും എന്റെ മുഖമർത്താൻ ആഗ്രഹമായിട്ട് അതപകടാവല്ലോ ചോദിക്കാനും പൂരി എങ്ങനെയാണല്ലോ മാറ്റുക അതിനൊരു വഴി കണ്ടത് സവാദ് ഈ വിവരമില്ലാത്ത സവാദിന് തോന്നിയൊരു വഴിയാണ് അങ്ങ് മാപ്പാക്കണേ നബിയേ സ്വഹാബാക്കൾ മുഴുവനും കരഞ്ഞുപോയി സ്വഹാബാക്കളെ കണ്ണ് നിറഞ്ഞുപോയി അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു പ്രകടിപ്പിക്കുകയാണ് സ്നേഹപ്രകടനം എന്ന് പറയുന്നത് അങ്ങനെയാണ് പല കോലത്തിലാണ് ഉണ്ടാവുക അത് പല രൂപത്തിലാണ് ചിലർക്ക് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഈ രൂപത്തിലാണ് ചില ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാ പല കോലത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഭാവം എന്താ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു സ്വഭാവം എന്തറിയോ റസൂലുള്ളാഹി തങ്ങൾ ഒരു ദിവസം ഒരു ജൂതനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് പറഞ്ഞേക്കാം എന്തിനാ പറഞ്ഞേക്കുന്നത് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് അയാൾ സഹായം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു എന്റെ കയ്യിൽ ഒന്നുമില്ല എന്റെ ഉസ്മാന്റെ അടുത്ത് നിങ്ങൾ പോയിക്കോ ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി ഉസ്മാൻ തരും അങ്ങനെ ജൂതൻ നേരെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് പോയി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനോട് ജൂതൻ പറഞ്ഞു യാ ഉസ്മാൻ മുഹമ്മദ് പറഞ്ഞയച്ചതാണ് എന്നെ എനിക്ക് എന്തെങ്കിലും സഹായിക്കണം എന്നെ എന്തെങ്കിലും സഹായിക്കണം അപ്പോ ഉസ്മാൻ റളിയല്ലാഹു കൗതുകത്തോടെ പുറത്തേക്ക് വന്നു വെച്ചു ആരാ പറഞ്ഞയച്ചെന്നെ അപ്പോഴും വീണ്ടും പറഞ്ഞു മുഹമ്മദാ പറഞ്ഞയച്ചത് വീണ്ടും ഉസ്മാന്റെ ചോദ്യം ആരാ എന്നെ പറഞ്ഞയച്ചത് മുഹമ്മദാണ് പറഞ്ഞയച്ചത് നാലാമത് ചോദിച്ചു ആരാ എന്നെ പറഞ്ഞയച്ചത് അപ്പൊ ജൂതൻ ദേഷ്യം വിളിച്ചു നമ്മളെ പിടിക്കൂലേ ഇതെന്താ എന്നെ കളിയലിപ്പിക്കാം എനിക്ക് എന്റെ സഹായം വേണ്ടാന്ന് തിരിച്ചു പോകുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഓടി വന്നുകൊണ്ട് ആ ജൂതനെ തടഞ്ഞിട്ട് പറഞ്ഞു പോകല്ല അങ്ങ് പോകരുത് ഞാൻ അങ്ങയെ വിഷമിപ്പിച്ചതല്ല അങ്ങയുടെ വായിൽ നിന്ന് എന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു അതുകൊണ്ട് അങ്ങ് 3 വട്ടമല്ലേ എന്റെ ഹബീബിന്റെ പേര് പറഞ്ഞത് ഇതാ 3 കിഴി ഈ 3 കിഴിയും നിനക്ക് സമ്മാനമാണ് എന്റെ ഹബീബിന്റെ പേര് പറഞ്ഞതിന്റെ പേരില് അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദ് കഴിച്ചിട്ട് എത്ര ചെലവഴിച്ചാലെന്തോ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറഞ്ഞിട്ട് എത്ര കൊടുത്താലെന്താ എത്ര ലക്ഷങ്ങൾ അത് ചെലവഴിച്ചാലെന്താ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് പള്ളിയിലേക്ക് പോകുമ്പോ പിന്നാലെ നടക്കുമായിരുന്നു ആര് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ റസൂലുള്ളാഹി ചവിട്ടുന്ന കാലടികൾ ഇങ്ങനെ എണ്ണും പള്ളിയിലേക്ക് എത്ര കാലടിയാ വെച്ചത് നോക്കും അത്രയും നാണയങ്ങൾ ഇങ്ങനെ സദഖ ചെയ്യുമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ആ ഓരോരുത്തരും പ്രകടിപ്പിക്കുന്ന
വിളിക്കുന്ന രൂപം ഓരോ രൂപത്തിലാണ്. ചില സ്വഹാബാക്കൾ മധുർവാണി അള്ളാന്റെ ഹബീബിനെ കഅബ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകൾ, കഅബ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകൾ. അങ്ങനെ അള്ളാന്റെ ഹബീബിനോടുള്ള സ്നേഹം ഓരോ സ്വഹാബത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. അവസാനം നോക്കിയാൽ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും അവർക്ക് അള്ളാന്റെ ഹബീബിനോടായിരുന്നു സ്നേഹം. ശ്രദ്ധിക്കുക, കൂടി പറഞ്ഞാൽ നിർത്താൻ. ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുപുത്രനല്ലേ സയ്യിദ് റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ വളർത്തുപുത്രനാണ്. സയ്യിദ് ഇബ്നു മുഹമ്മദ് എന്നാണ് പറയാറുണ്ടായിരുന്നത്. സയ്യിദ് മുഹമ്മദിന്റെ മകൻ സയ്യിദ് എന്നാണ് ആളുകളെ വിളിച്ചിരുന്നത്. ഹബീബായ നബിയുടെ വളർത്തുപുത്രനാണ്. എങ്ങനെയാ സയ്യിദ് റസൂലുള്ളാഹിന്റെ അടുത്ത് എത്തിയത് പറയുന്നത്? സയ്യിദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് എത്തുന്നതിന് ഒരു കഥയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം. ഉമ്മ സഅദിയ ബിൻത് സഅലബ എന്നാണ് പേര്. ഉമ്മയുടെ കൂടെ തന്റെ കുടുംബക്കാരെ സന്ദർശിക്കാൻ വേണ്ടി സെയ്ദ് എന്ന ചെറിയൊരു കുട്ടിയാണ് സെയ്ദ്. ഈ സെയ്ദ് ഉമ്മാന്റെ കയ്യും പിടിച്ചിട്ട് ഉമ്മാന്റെ കുടുംബക്കാരത്ത്, ഉമ്മാന്റെ വർഗം പോവല്ലോ, ഉമ്മാന്റെ വീട്ടിൽ ഉമ്മാന്റെ അടുത്തേക്ക് പോലെ, അങ്ങനെ ഉമ്മാന്റെ വീട്ടിലേക്ക് പോയതാണ്. കാഫിലയുടെ കൂടെ, കച്ചവട സംഘത്തിന്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. മരുഭൂമിയുള്ള യാത്ര ഒരു പെണ്ണൊരു കുട്ടി ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. കച്ചവട സംഘത്തിന്റെ കൂടെയാണ് യാത്ര. വഴിയിൽ വെച്ചുകൊണ്ട് ആ കച്ചവട സംഘത്തെ കൊള്ളക്കാര് പിടിച്ചു. അവര് പിന്നെ സാധാരണ ആ കാലഘട്ടത്തിലെ കച്ചവടത്തൊക്കെ സാധനങ്ങളൊക്കെ അവര് കൊള്ളയടിച്ചു. പിന്നെ ഈ കുട്ടീനെയും പിടിച്ചുകൊണ്ടുപോയി. എന്താ കാരണം? കുട്ടികളെ പിടിച്ച് ചന്തയിൽ കൊണ്ടുപോയിട്ട് അടിമയാക്കി വിറ്റാൽ പൈസ. ആ കൂട്ടത്തിൽ ഈ സെയ്ദ് എന്ന ഈ കുഞ്ഞുമോൻ, നല്ല മനോഹരമായ കൊഞ്ചുള്ള കുഞ്ഞുമോനുണ്ടായിരുന്നു. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഈ കള്ളന്മാര് പിടിച്ചുകൊണ്ട് ഉക്കാള് ചന്തയിൽ വിൽക്കാൻ വെച്ചു. ഉക്കാളി എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ചന്തയാണ്. അവിടെ ഇപ്പോഴും ഉണ്ട് ഉക്കാളെന്ന് എഴുതി വെച്ചിട്ടാണ് ത്വായിഫ് പോകുന്നത്. ആ ചന്തയിൽ അന്ന് ഈ അടിമകളൊക്കെ വിൽക്കുന്ന സ്ഥലം. അങ്ങനെ ഉക്കാള് ചന്തയിൽ വിൽക്കാൻ വേണ്ടി വെച്ചപ്പോ അവിടെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ബന്ധുവായ ഒരാൾ അവിടെ വന്നിരുന്നു. അപ്പൊ ഈ കുഞ്ഞിനെ കണ്ടപ്പോ, ചെറിയ കുഞ്ഞാണ്, നല്ല കുഞ്ഞുമാൻ. ഖദീജക്ക് അത് മക്കളൊന്നുമില്ലല്ലോ. അപ്പൊ ഖദീജക്ക് കൊടുക്കാം എന്ന് കരുതിയിട്ട് ഈ കുഞ്ഞിനെ വിലക്ക് വാങ്ങിക്കും സെയ്ദിനെ. അങ്ങനെ ഖദീജക്ക് കൊടുക്കും. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീബിയെ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ഖദീജ ബീബിയെ വിവാഹം കഴിച്ചപ്പോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? റസൂലുള്ളാഹിക്ക് എന്തെങ്കിലുമൊക്കെ സഹായത്തിനും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് സെയ്ദിനെ അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി കൊടുത്തു. എന്താ റസൂലേ, അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി ഇതായപ്പോൾ എങ്ങനെ വിളിക്കാലോ. അങ്ങനെ സെയ്ദിനെ കൊടുക്കാം. അന്ന് മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ ജീവിക്കുന്നു. കാലങ്ങൾ കഴിഞ്ഞു പോയി. അല്ലാഹുവിന്റെ ഹബീബ് പ്രവാചകനാകുന്നു. ഇങ്ങനെ ഘട്ടങ്ങൾ ഇങ്ങനെ ഓരോന്ന് കടന്നു പോവുകയാണ്. ഈ സമയമൊക്കെയും സെയ്ദിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് പറയുന്നത്? സെയ്ദിനെ കാണാതായത് മുതൽ ഉമ്മ ബോധമില്ലാതെ കിടക്കുന്ന, ഉമ്മ മാനസിക രോഗിയെ പോലെ. പിതാവാണെങ്കിലോ ഓരോ ദിവസവും പിതാവ് രാവിലെ ആയാൽ വീട്ടിൽ നിന്നിറങ്ങും. രാവിലെ ആയാൽ വീട്ടിൽ നിന്നിറങ്ങും. സെയ്ദിനെ അന്വേഷിച്ചു. എന്നിട്ട് അയാൾ ഇങ്ങനെ പാട്ട് പാടുമ്പോ ഇങ്ങനെ കുറെ വലിയ കുബൈത്താണ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ഇയാൾ ഇങ്ങനെ നടക്കാണ്. ഇങ്ങനെ ദുഃഖഗാനം, വിരഹഗാനം ചൊല്ലിക്കൊണ്ട് ഇയാൾ ഇങ്ങനെ നടക്കും. സെയ്ദിന്റെ പിതാവ് ഹാരിസ. അങ്ങനെ അയാൾ ഇങ്ങനെ നടക്കും. നടന്ന് ഇങ്ങനെ പോകും. പിന്നെ തിരിച്ചൊരു വീട്ടിലേക്ക് എപ്പോഴും സെയ്ദിനെ അന്വേഷിച്ച് നടക്കാൻ പണി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെയ്ദിന്റെ നാട്ടുകാരായ കുറെ ആളുകൾ ഹജ്ജിന്റെ സീസണിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അവിടെ വന്നു. അപ്പൊ ഇങ്ങനെ വന്ന് ഹജ്ജ് ഉണ്ടോ? അന്നത്തെ ഹജ്ജ് അന്നും അതിന് മുന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ കോലത്തിലുള്ള ഹജ്ജല്ല, അന്നത്തെ ഹജ്ജ് എന്ന് മാത്രം. ഈ കോലത്തിലുള്ള ഹജ്ജ് ആദ്യമായി ചെയ്ത്, ഈ കോലത്തിലുള്ള ഉംറ ആദ്യമായി ചെയ്ത് ഉസാമ റളിയല്ലാഹു അൻഹു. ഉസാമ റളിയല്ലാഹു അൻഹുവാണ് നമ്മൾ ഇന്നത്തെ കോലത്തിലുള്ള ഉംറ ആദ്യമായിട്ട് ചെയ്യുന്നവരാണ്. ഉസാമ റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ കോലൊക്കെ പിന്നെ. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ഹജ്ജ് ചെയ്യാൻ വേണ്ടി സെയ്ദിന്റെ കൗമ്, സെയ്ദിന്റെ നാട്ടുകാരായ ആളുകൾ മക്കത്ത് വന്നു. അങ്ങനെ അവര് അങ്ങനെ അവര് കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യാദൃച്ഛികമായി ഈ തവാഫിനിടയിൽ സെയ്ദിനെയും ഇവർ മുഖാമുഖം കണ്ടു. ഇവർക്ക് സെയ്ദിനെയും സെയ്ദ് ഇവരെയും തിരിച്ചറിയില്ല. നാട്ടുകാരാണ്.
എന്നൊക്കെ ഇവർ ആ ഓർമ്മയിൽ, പഴയ ഓർമ്മയിൽ ഇവർ തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ അവർ ഭയങ്കര ഉഷാറായി പോകും. അദ്ദേഹം അവരെയും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം കുടുംബക്കാരെ കുറിച്ച്, ഉപ്പാനെ കുറിച്ചൊക്കെ ചോദിച്ചു, ഉമ്മാനെ കുറിച്ചൊക്കെ അവർ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചു. അങ്ങനെ മനാസികവും അവരുടെ ഹജ്ജൊക്കെ കഴിഞ്ഞപ്പോ അവരുടെ വീട്ടിലേക്ക്, അവരുടെ നാട്ടിലേക്ക് അവർ തിരിച്ചുപോയി. അങ്ങനെ ഹാരിസയോട് വിഷയം പറഞ്ഞു, നിന്റെ മകനെ ഞങ്ങൾ കണ്ടു, ഇന്ന സ്ഥലത്താണുള്ളത്. ഖുറൈശികളിൽപ്പെട്ട മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ ഹാദിമായിട്ട് ഇപ്പൊ നിൽക്കുന്നുണ്ട്. അവർ നല്ല മനുഷ്യനാണ്, അയാൾ നല്ല ആളാണെന്നാ പറയുന്നത് കേട്ടത്. ഖുറൈശികൾ പൊതുവെ നല്ല ആളുകളാണ്, നിങ്ങൾ ചെന്നാൽ ചിലപ്പോൾ അവരെ വിട്ടുകിട്ടിയേക്കാം. അടിമയാണ്, ഇപ്പൊ അടിമയായിട്ടുള്ളത്, ഒന്നും ചെയ്യാൻ കഴിയില്ല, ചോദിച്ചാൽ ചിലപ്പോൾ അവരെ വിട്ടു തന്നേക്കാം. അറിഞ്ഞ ഉടനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് മക്കയിലേക്ക് വന്നു. അങ്ങനെ മക്കയിൽ വന്നു. അദ്ദേഹം അന്വേഷിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നിട്ട് കാര്യം നബി തങ്ങളോട് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മുഹമ്മദേ, നിങ്ങൾ ഖുറൈശികൾ നല്ല ആളുകളാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വളരെ ദൂരത്ത് നിന്ന് വളരെ പ്രതീക്ഷയോടെ വരുന്ന ഒരാളാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എന്താ നിങ്ങളുടെ ആവശ്യം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ മകൻ നിങ്ങളുടെ അരികിലുണ്ട്, ആ മകനെ എനിക്ക് വിട്ടുകിട്ടണം. എന്റെ ആ മകനെ കാണാതെ ഞാൻ ഒരുപാട് കാലമായി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് അവനെ കാണാതായ ദുഃഖം കൊണ്ട് അവന്റെ ഉമ്മാക്ക് സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, മുഹമ്മദേ, എന്റെ മകനെ എനിക്ക് വിട്ടുതരുമോ? അതിൽ പകരം എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്റെ സമ്പത്ത് മുഴുവനും നിങ്ങൾക്ക് പകരം തരാം, എന്റെ മകനെ നിങ്ങൾ തന്നാ മതി. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സമ്പത്തൊന്നും തരണ്ട, അവൻ വരികയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, എനിക്ക് ഒരു പ്രയാസമില്ല, ഒരെതിർപ്പില്ല, അവൻ വരുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാം. ഉപ്പ പറഞ്ഞു, പിന്നെ വരാതെ അവൻ എന്നെ കണ്ടാ ഓടി വരും, ഉറപ്പായിട്ടും അവന്റെ ഉമ്മാന്റെ കാര്യം പറഞ്ഞാൽ അവൻ തിരിച്ചു വരും. അള്ളാഹുവിന്റെ ഹബീബ് വിളിക്കുകയാ. സെയ്ദ് ഓടി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. നോക്കിയപ്പോ കാണുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ തന്റെ പ്രിയപ്പെട്ട ഉപ്പ നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഉപ്പ നിൽക്കുന്ന കണ്ടപ്പോ സെയ്ദ് റളിയല്ലാഹുവിന്റെ മനസ്സുവല്ലാതെ പടഞ്ഞുപോയി. ആ സെയ്ദിന്റെ പിതാവ് കരയാൻ തുടങ്ങി. രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നു. കണ്ടു നിൽക്കുന്ന സ്വഹാബാക്കളും കരഞ്ഞുപോയി. എത്രയോ കാലമായി വിട്ടു നിൽക്കുകയാ, കാണാതെ കഴിയുകയാണ്. ആ രണ്ട് ശരീരങ്ങൾ തമ്മിൽ ചേർന്ന് ഒരുപാട് നേരം കരഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബിനോട് ഹാരിസ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, മുഹമ്മദേ, എന്റെ മോനെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സെയ്ദേ, പോകാം, നമുക്ക് ഉമ്മ നിന്നെ കാത്തിരിക്കുന്നുണ്ടടാ, നമുക്ക് വേഗം പോകാം വീട്ടിലേക്ക്. ഇത് പറയേണ്ട താമസം സെയ്ദ് റളിയല്ലാഹു അൻഹു പിതാവിന്റെ കൈ അങ്ങോട്ട് തട്ടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലോടിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, എന്ന് പറഞ്ഞേക്കരുത്. അൻത ഉമ്മുൻ അമ്മാബു മറൈനാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറ നബി. വസ്സലാത്തു അലാ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഇ ലബ്തഹി വൽ ഹബീബിൽ അറബി. അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് ഉമ്മ വേണ്ട, എനിക്ക് ഉപ്പ വേണ്ട. അങ്ങ് ഞങ്ങളുടെ ഉമ്മയും ഞങ്ങളുടെ ഉപ്പയുമാണ്, അല്ല അതിനുമപ്പുറമാണ്. ഞങ്ങളുടെ ഉമ്മയെക്കാളും ഞങ്ങളുടെ ഉപ്പയെക്കാളും അങ്ങാണ് ഞങ്ങൾക്ക് വലുതെന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈമുറുകെ പിടിച്ചുകൊണ്ട് ആ കുഞ്ഞുമോൻ പറയുകയാണ്, പിതാവിന്റെ കൂടെ പോകാൻ തയ്യാറായില്ല, തന്റെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു സെയ്ദ് എന്ന് പറയുന്ന കുഞ്ഞുമോൻ പോലും. ഓരോ സ്വഹാബത്തിന്റെയും കവിത അവസാനമായി എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒന്നുകൂടി പറയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹശി എന്ന് പറയുന്ന ആളെ, ഹംസ റളിയല്ലാഹു അൻഹു ചാട്ടുപടി കൊണ്ട് എറിഞ്ഞു കൊന്ന ആളാണ് വഹശി. വഹശി ഇസ്ലാമിലേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂലിലേക്ക് വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. ഹബീബിന്റെ അരികിൽ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് വഹശിയോട് പറഞ്ഞൊരു ഉപദേശം തന്നറിയോ? വഹശിയോട് പറഞ്ഞ ഉപദേശം തന്നറിയോ? വഹശി, നിന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തിരിക്കുന്നു. നിന്നോട് എനിക്ക് വലിയ ഇഷ്ടമുണ്ട്, എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണ്. പക്ഷേ വഹശി, എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. വഹശി, എന്റെ കൺവെട്ടത്തൊന്നും വരരുത്. എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട ഹംസയെ ഓർമ്മ വന്നു പോകുമ്പോ മുസ്തഫ
കണ്ണില്ലാതെ കാതില്ലാതെ മൂക്കില്ലാതെ ചിതറി തെറിച്ചു കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഹംസയുടെ ശരീരമുണ്ടല്ലോ, അതെനിക്ക് കണ്ണിൽ വല്ലാതെ ഓർമ്മയാകും. അപ്പൊ എനിക്ക് സങ്കടം വരും. അതുകൊണ്ട് വാശി, നിന്നോട് എനിക്ക് വെറുപ്പൊന്നുമില്ല, ഇഷ്ടക്കേടൊരു കുറവൊന്നുമില്ല, എന്നാലും എന്റെ മുന്നിൽ അങ്ങ് വരരുതെന്ന വാശിയോട് പറഞ്ഞിരുന്നു. ഈ വാശി എന്ത് ചെയ്യുന്നറിയുന്നത്? ഈ വാശി പിന്നീട് വല്ലാത്ത സങ്കടമായിരുന്നു. വാശി ഓരോ ദിവസവും പള്ളിയിലേക്ക് വരും. എന്നിട്ട് റസൂലുള്ളാഹിന്റെ കണ്ണിൽ പെടാതെ നിൽക്കും. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? മദീന പള്ളിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്ന് തൂണിന്റെ മറവിൽ നിന്ന് അള്ളാന്റെ ഹബീബിന്റെ മുഖം നോക്കി ഇങ്ങനെ കരയും. എല്ലാ ദിവസവും അള്ളാന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ കരയും. എനിക്ക് ഹബീബിന്റെ മുന്നിൽ പോകാൻ കഴിയില്ലല്ലോ, ദൂരെ നോക്കിയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ കരയും. അള്ളാന്റെ ഹബീബിന്റെ മുഖം നോക്കിയിട്ടും ആ വഹശി അവസാനം മുസൈലിമുൽ കദ്ദാബിനെ കൊന്നിട്ട് അതേ ചാട്ടുളി കൊണ്ട് മുസൈലിമുൽ കദ്ദാബിനെ എറിഞ്ഞു വീഴ്ത്തിയിട്ട് നെഞ്ചത്ത് കയറി നിന്നിട്ട് പറഞ്ഞു, ദുനിയാവിൽ ഏറ്റവും ഹൈറായ ഒരു മനുഷ്യനെ ഞാൻ കൊന്നു, ദുനിയാവിലെ ഏറ്റവും ശർറായ ഒരു മനുഷ്യനെയും ഞാൻ കൊന്നിരിക്കുന്നു എന്ന് വഹശി റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞിരുന്നു. ആ വഹശി പോലും അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്രമേൽ സ്നേഹിച്ചിരുന്നു. ഇങ്ങനെ ഓരോ ബിലാൽ റളിയല്ലാഹു അൻഹു കഥയൊക്കെ പറഞ്ഞാൽ നീണ്ടുപോകും. അത്രയും വലിയ സ്വഹാബാക്കൾ, ആ സ്വഹാബാക്കളൊക്കെ എങ്ങനെയാണോ സ്നേഹിച്ചത്, അങ്ങനെ പച്ചയായ സ്നേഹം, പ്രണയം അള്ളാഹുവിന്റെ റസൂലിനോട് മനസ്സിലുണ്ടാവുക, അതാണ് ആദ്യം വേണ്ടത്. അതാണ് ബേസ്. അവിടെ നിന്നാണ് പിന്നെ ഓട്ടോമാറ്റിക്കായി പിന്നെ ചെറിയ പിൻപറ്റലൊക്കെ ഉണ്ടാവുന്ന അല്ലേ? എല്ലാവരും അങ്ങനെയാണ്. ഔറംഗസീബ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കൊരു ഔറംഗസീബ് രാജാവുണ്ടല്ലോ, ഈ രാജാവിന് ഒരു പടയാളി ഉണ്ടായിരുന്നു, ഒരു മന്ത്രി ഖാദിമ. ഈ ഖാദിമിന്റെ പേര് ഹൂലി എന്ന് വിളിക്കും. ഈ ഹൂലി എന്ന് വിളിക്കുമ്പോ ഇദ്ദേഹം വേഗം വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ അരികിലേക്ക് കൊടുക്കും. അപ്പൊ ഒരാൾ ചെറിയ ഹൂലി എന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ടോന്ന്, ഈ ഔറംഗസീബിന് വെള്ളം വേണമെന്ന് എനിക്കങ്ങനെ അറിയാം. അപ്പൊ പറയും, എന്നെ ഔറംഗസീബ് എപ്പോഴും വിളിക്കുന്നത് മുഹമ്മദ് ഹൂലി എന്നാണ്. മുഹമ്മദ് കൂട്ടാതെ ഹൂലി എന്ന് വിളിച്ചാൽ എനിക്ക് ഉറപ്പാടോട്ട് ഒതുമില്ല, കാരണം ഒതുമില്ലാണ്ട് വിളിക്കില്ല. ഒതുമില്ലാണ്ട് ആ പേര് പറയില്ല. സമസ്തയുടെ ആദ്യകാല പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അബ്ദുൽ ബാരി ഉസ്താദ് റളിയല്ലാഹു അൻഹു, വലിയ മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് വലിയായിരുന്നു, ഭയങ്കര ആഷിഖ് റസൂലായിരുന്നു. മുഹമ്മദ് അബ്ദുൽ ബാരി ഉസ്താദിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ചെറിയ പ്രായത്തിൽ മദ്രസയിൽ പോകുന്ന സമയത്ത്, ശ്രദ്ധിക്കണേ, മുഹമ്മദ് അബ്ദുൽ ബാരി എന്നാണ് പേര്. അപ്പൊ മദ്രസയിൽ പോയി, ഒരു ദിവസം മദ്രസയിൽ പോയില്ല. അപ്പോ മുഹമ്മദ് അബ്ദുൽ ബാരി ഉസ്താദിന്റെ ഉപ്പ പള്ളിയിൽ പോയപ്പോ പിന്നെ ഉസ്താദ് ചോദിച്ചു, മോൻ ഇന്നലെ വന്നില്ലല്ലോ മദ്രസയിൽ. ഓനെന്തോ കാരണം പറഞ്ഞു. സത്യത്തിൽ അങ്ങനെ ഒരു കാരണം ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ സാധാരണ മദ്രസയിലാകുമ്പോൾ എന്തെങ്കിലും പറയല്ലോ, എനിക്ക് പനിയാന്ന് ഉപ്പിപ്പി ചിലപ്പോൾ പറയാം, ആദ്യം ഉപ്പ കളവ് പറയാം, എനിക്ക് പനിയായിട്ടാ വരായിരുന്നു അല്ലെ, കുഞ്ഞുങ്ങളെ വീട്ടിൽ പഠിക്കാം. ഏതായാലും ഈ കുഞ്ഞ്, ചെറിയ കുഞ്ഞല്ലേ, ആ കുഞ്ഞ് പെട്ടെന്ന് ഉസ്താദിന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊരു കളവ് പറഞ്ഞു, ചെറിയൊരു കളവ് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് മുഹമ്മദ് അബ്ദുൽ ബാരി ഉസ്താദിന്റെ ഉപ്പ അന്ന് ഭയങ്കര ടെൻഷൻ. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പൊ ഭാര്യ ഒന്ന് ചിന്തെന്താ പറ്റിയ, പള്ളിപ്പറ്റിയൊക്കെ എന്താ പറ്റിയ, നിങ്ങൾ ആകെ ടെൻഷൻ, ഭക്ഷണം കഴിക്കാത്ത ഭക്ഷണം. അപ്പോ ഓര് പറഞ്ഞു, എടി എന്റെ മോന്റെ പേരെന്താ? മുഹമ്മദ് അബ്ദുൽ ബാരി, അള്ളാന്റെ ഹബീബിന്റെ പേരല്ലേ ഞാൻ അവന് വെച്ചത്. അവൻ ഇന്നലെ ഉസ്താദിനോട് കളവ് പറഞ്ഞിരിക്കുന്നു. ഞാൻ അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് എങ്ങനെയാ നോക്കുക? ഞാൻ അള്ളാഹു റസൂലിന്റെ മുഖത്ത് എങ്ങനെ നോക്കുക? ആ ഹബീബിന്റെ പേര് എന്റെ മോന് വെച്ചത്, ആ മുഹമ്മദ് എന്ന പേരുള്ള എന്റെ മോൻ കളവ് പറഞ്ഞില്ലേ? അവർക്ക് ആ പേരിനോടുള്ള ആദരവ്, ആ ഹബീബിനോടുള്ള ആദരവ് അല്ലാഹു നമ്മുടെ ഖൽബിൽ ഒരു തുള്ളിയെങ്കിലും അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെത്ര മോശക്കാരാണ്. നമ്മൾ എന്താ റസൂലുള്ളാഹിനെ സ്നേഹിക്കും? ഒരാൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ അടയാളം എന്താ അടയാളം? ഒന്ന്, റസൂലുള്ളാഹിനെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല, എത്ര കേട്ടാലും മതിയാവില്ല, മടുപ്പൂരില്ല. ഇന്നിങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് പണ്ട് നമ്മളൊക്കെ ആ റസൂലുള്ളാഹിനെ കുറിച്ച് കേൾക്കാനും ആ റസൂലുള്ളാഹിനെ കുറിച്ച് വായിക്കാനും എത്ര വായിച്ചാലും നമുക്ക് മതിയാവില്ല അല്ലേ? എത്ര കേട്ടാലും മതിയാവില്ല. സ്നേഹം ഉണ്ടെങ്കിൽ പണ്ട് ഞാനൊക്കെ ആദ്യമായിട്ട് ഗൾഫിൽ പോയ സമയത്ത് അബുദാബിയിലാണ് ഞാൻ ആദ്യം പോയത്. അവിടെ മദ്രസ മൗലവിയുമായിട്ടാണ് ജോലി.
അവിടെ പോയാൽ അന്നൊന്നും ഈ മൊബൈൽ ഫോണൊന്നുമില്ല. മൊബൈൽ ഫോൺ ഇങ്ങനെ വ്യാപകമൊന്നുമില്ല. അന്ന് വലിയ അൽക്കാറ്റിൽ ഒരു കൊമ്പുള്ള സാധനമില്ലേ, എടുത്ത് നടക്കാൻ തന്നെ വലിയ പ്രയാസം. അതന്നെ ആർക്കെങ്കിലും ഉണ്ടാവും, വളരെ അത്യാവശ്യം ആൾക്കാർക്ക് ഉണ്ടാവും. പിന്നെ അന്ന് ഉണ്ടാകുന്ന സാധനം ഈ പേജർ എന്ന് പറയുന്ന സാധനം, ഒരു ഇത്രയില്ലേ ആ മടിയിൽ കിടന്നിങ്ങനെ സാധനം ഉണ്ടാവുക. എന്നാ നമ്പർ വരും, ഈ നമ്പർ വന്നാൽ അപ്പുറം പോയിട്ട് ഈ സാധനത്തിൽ വിളിച്ചോ, എന്തിനാ വിളിച്ചാൽ നോക്കാൻ. അപ്പൊ അതാ ഉണ്ടാവുക ആളെ. അപ്പൊ അന്ന് പിന്നെ ഉണ്ടാകുന്ന കത്ത് വരുത്താണ്. ആഴ്ചയിൽ ഒരു കത്ത് അബുദാബി പോസ്റ്റ് ഓഫീസിൽ വരും. അതിന് ഓരോ പോസ്റ്റ് നമ്പർ ഉണ്ടാവും നമുക്ക്. അപ്പൊ ഞാനും എൻ്റെ സുഹൃത്ത് വേറൊരു കാര്യമുണ്ട്, നമ്മൾ രണ്ടാളും ഒരുമിച്ചിട്ടാ പോവാ. അങ്ങനെ ഒരുമിച്ചിട്ട് പോയാല് ആ കത്ത് എടുത്തിട്ട് കൊണ്ടുവരും. ഇല്ലെങ്കിൽ എഴുതിയ കത്ത്, ആ കത്ത് എടുത്തിട്ട് അവിടെ തന്നെ കുറിച്ച് വായിക്കും. ഓളെ എഴുതിയ കത്തല്ലേ, ഭാര്യന്റെ കത്തല്ലേ, ആ ഒരു പ്രാവശ്യം വായിക്കും. വായിച്ച് ചിലപ്പോ ഭ്രാന്തന്മാർ കൊണ്ട് ചിരിക്കുന്നുണ്ടോ ചിലപ്പോ അല്ലേ. അങ്ങനെ അതിങ്ങനെ മുഴുകിയിട്ട് അങ്ങനെ റൂമിൽ വന്നാല് ആ കത്ത് തലങ്ങാണിന്റെ അടിയിൽ ഒപ്പിക്കും. എന്നിട്ട് കുറെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി എടുത്തു. ഈ വായിച്ച തന്നെ പിന്നെ വായിക്കുന്നുണ്ടായിരിക്കും. അതാണ് ഒരു 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആദ്യം എടുത്ത് വായിക്കും. ഇതെന്താ സംഗതി അറിയുന്നത്? ആ ഭാര്യനോടുള്ള സ്നേഹമാണ്. അതോ അങ്ങനല്ലേ വായിച്ചാൽ പിന്നെ നമ്മൾ എങ്ങനെയാ വായിക്കുന്നത്? അപ്പൊ നമുക്കൊരാളെ സ്നേഹം ഉണ്ടാവുമ്പോ അങ്ങനെയാണല്ലോ. അവരെ കുറിച്ച് എത്ര നമുക്ക് പറഞ്ഞാലും മതിയാവില്ല. ചില ആളുകളൊക്കെ ഈ പിന്നെ ഉസ്താദുമാരൊക്കെ ചിലപ്പോ പിന്നെ നാട്ടിലൊക്കെ ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോ പോവാം. അപ്പൊ റൂമിലൊക്കെ ചില കുറെ ഉസ്താദുമാരെ ഒരുമിച്ചിട്ട് താമസിക്കാം. അപ്പൊ ഒരാള് ഓരോ കല്യാണം ചെയ്ത് കുറച്ചായിരുന്നു ചിലപ്പോ ഭാര്യനെ പറ്റി ഇങ്ങനെ പറയാം, എന്റെ ഭാര്യ ഭയങ്കരമാണ്, പോയാൽ അങ്ങനെ ഇങ്ങനെ മറ്റേ പോയി അടുത്തുമ്പോ തന്നെ ജ്യൂസ് തരും, ഉപ്പായാലും ഇട്ട് ഇങ്ങനെ സ്ഥിരിട്ട് വെച്ചിട്ടുണ്ടാവുന്നല്ല ഇങ്ങനെ പറയൂ. അപ്പൊ മറ്റൊരു അതിനെക്കാട്ടി ഉഷാറായിട്ട് പറയാം, എന്നോട് ഭയങ്കര ബുദ്ധിയാണ്, യോ മദ്രസയിലെ ഫുഡ് ഫാസ്റ്റ് അടിച്ചിട്ടും ചിലപ്പോ അതിങ്ങനെ പറയും. അത് അവർക്ക് ഹേരാണ്. കാരണം ഭാര്യനെ കുറിച്ച് ഇങ്ങനെ പറയാം. അത് പെണ്ണുങ്ങളോ ആയാലാണ്. ഭർത്താക്കന്മാരെ കുറിച്ച് കല്യാണ പെരുക്കൽ പോയാൽ ആരെങ്കിലും ഭർത്താവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മാപ്പിള ഗൾഫ് പോയി എന്താന്ന് വിശേഷം, ആ ഓറ് പോയി, ഓറ് വന്നിട്ട് ക്യാൻസൽ ആക്കാന്ന് വിചാരിച്ചാൽ അറബി വിടണ്ടേ, അറബി ഓറില്ലാണ്ട് തൊണ്ണൂടിച്ചില്ല പോലും ഇതിനകത്ത് പറയണം. എന്താ അവർ സ്നേഹിക്കുന്നവരെ കുറിച്ച് അങ്ങനെ പുകഴ്ത്തി പറയാൻ അവരുടെ മനസ്സിന് വല്ലാത്ത സന്തോഷമായിരിക്കും. അവരെ കുറിച്ച് കേൾക്കാൻ. നമ്മളെ മക്കളെ കുറിച്ച് ഇപ്പൊ മദ്രസ ഉസ്താദ് നിങ്ങളെ കുട്ടികളെ കുറിച്ച് ഒരു കുട്ടീനെ കുറിച്ച് ഒരു മോശം പറഞ്ഞിരിക്കും. ആ നിങ്ങളെ മോൻ തീരെ ശരി കേട്ടാ, ഭയങ്കര കുറ്റക്കടാണോ, പഠിക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞാല് ഉസ്താദിന്റെ മുന്നിൽ പറയും, അതേ ഉസ്താദെ ആ ഞാൻ ശരിയാക്കാം, ഞാൻ പറയാനൊക്കെ പറയും. കുറച്ച് അപ്പുറം പോയിട്ട് മറ്റൊരു പറയും, ഉസ്താദ് വെറുതെ പറഞ്ഞാൽ എന്റെ മോനെ ഉസ്താദ് കണ്ടുകൂടാല്ലെങ്കിലും അംഗീകരിക്കില്ല. നല്ലത് പറഞ്ഞാലോ, നല്ല പറഞ്ഞാൽ പറയും, ആ ഉസ്താദെ അങ്ങനെ തന്നെയാണ്, ഓ പണ്ടേ അങ്ങനെ തന്നെയാണ്, ഓ അങ്ങനെ പരക്കുന്നു അങ്ങനെ തന്നെയാണ്, ബിസ്കറ്റാലും ഭയങ്കര അങ്ങനെ പറയുമ്പോൾ എന്താ അറിയോ, നമുക്ക് അവരോടുള്ള സ്നേഹമാണ് ആ പ്രകടമാകുന്നത് അല്ലേ. നമുക്ക് അവരോടുള്ള വാത്സല്യവും സ്നേഹവുമാണ്. ഇത് നമ്മുടെ ഹബീബിനെ കുറിച്ച് കേൾക്കുമ്പോഴും പറയുമ്പോഴും നമുക്കുണ്ടാകുന്നുണ്ടോ? അത് നമ്മൾ പരിശോധിച്ച് നോക്കണം, നമുക്കുണ്ടോന്ന്. അത് കേൾക്കാൻ, അത് പറയാൻ നമുക്ക് ആവേശമുണ്ടോ, നമുക്ക് ആഗ്രഹമുണ്ടോ, നമുക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത പിന്നെയും കേൾക്കണമുണ്ടോ? ഇത് സ്നേഹത്തിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാർഗം പിൻപറ്റുക. സ്നേഹിക്കുക എന്ന് പറഞ്ഞ മാർഗം പിൻപറ്റുക, സ്നേഹിക്കുമ്പോൾ മാർഗം പിൻപറ്റി ഉണ്ടാവല. കാരണം ആ ഹബീബ് പറഞ്ഞത് എന്തും നടക്കാൻ അല്ലെങ്കിൽ അത് ചെയ്യാൻ നമുക്ക് സന്തോഷം ഉണ്ടാവും. സ്നേഹിക്കുന്ന ഒരാൾ നമ്മളോട് എന്ത് പറഞ്ഞാലും നമുക്കത് ചെയ്യാൻ നമുക്ക് വലിയ സ്നേഹം ഉണ്ടാവില്ലേ. ഗൾഫിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഗൾഫുകാർക്കൊക്കെ വേഗം മനസ്സിലാവും. നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റിൽ ഓക്കെ ആക്കിയാൽ വീട്ടിലേക്ക് വിളിക്കും അല്ലേ. ഉമ്മാനെ വിളിക്കാതെ ഉമ്മാനെ വിളിക്കും, ഉമ്മ ഞാൻ അടുത്ത ആഴ്ച നാട്ടിലേക്ക് വന്നിട്ട് ഉമ്മാക്ക് എന്താ വേണ്ടത്? അപ്പൊ ഉമ്മ പറയും, മോനെ ഒന്നും വേണ്ട മോനെ, മോനൊന്ന് വന്നാൽ മതി. അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞേട്ടോ, ഉമ്മ ഒന്നും എന്റെ മോൻ മേടിക്കണ്ട, ഉമ്മാക്ക് മോനൊന്ന് കണ്ടാ മതി ഇല്ലേ. ഓളെ വിളിക്കുമ്പോൾ ഓളോട് പറയും, ഞാൻ അടുത്ത ആഴ്ച വന്നിട്ട് എന്താ എനിക്ക് വേണ്ട? എനക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. ഓ അങ്ങനെ പറഞ്ഞ് ഇക്കത്തെ വേണ്ട പറഞ്ഞു വേണമെങ്കിൽ പിന്നെ അങ്ങ് വരും ഒരു ലിസ്റ്റ് ബദരീങ്ങളെ പേരിന്റെ പോലെ. ഇനിയും ചോദിച്ചു കുടിക്കുകയായിരിക്കും അല്ലേ, അടിച്ചു പറയും. ഞാൻ ചോദിക്കണേ, ഈ ഭാര്യ പറയുന്നത് ഓനിക്ക് ഒരിക്കലും ദേഷ്യം പിടിക്കില്ല. ഒരു സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ ഒരു ദേഷ്യം പിടിക്കില്ല. ഇനി വാങ്ങിക്കാൻ കഴിയുന്നില്ലെങ്കിലും അതൊക്കെ കേൾക്കും, ഇൻഷാല്ലാ നോക്കട്ടെ എന്ന് പറയും. അവസാനം എന്തെങ്കിലും മനുഷ്യർക്ക് വരും, അത് എനിക്ക് വാങ്ങിക്കാൻ, എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ ഭയങ്കര എന്റെ കല്ല് ഇങ്ങനെ പറയും. എന്തുകൊണ്ടാ? ഞാൻ അവരെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഞാൻ പണ്ട് തൃശ്ശൂർ എത്തുന്ന സമയത്ത് പത്രത്തിലൊരു ചന്ദ്രഗീരാൻ പോകുന്നത്, ഒരു സൺഡേ സപ്ലിമെന്റ് ഇല്ലാണ്ടാന്ന് വായിച്ചിട്ട് ഓർമ്മ.
ഒരു ഒരാൾ എഴുതുന്ന കഥയോ ഒരു സംഭവമായിട്ടാണ്, എന്തൊരു വിഷയത്തെ ആസ്പദമാക്കി അയാൾ എഴുതി, നമുക്ക് ശരിക്കും ഓർമ്മയില്ല. പക്ഷെ ആ സംഗതി നമുക്ക് ഓർമ്മയുണ്ടല്ലേ. അത് എങ്ങനെ വിളിച്ചു വെച്ചു എന്താ പറയാ, അന്ന് ഈ വെളുത്തുള്ളിക്ക് നല്ലോണം പൈസ കൂടിയ കാലമാണ്. വെളുത്തുള്ളിക്ക് 260 കിലോ, വെളുത്തുള്ളിക്ക് 1 കിലോ 260 കൊടുക്കാനും വെളുത്തുള്ളിക്കാൻ ചില സമയം ഉണ്ടല്ലോ, ചില സാധനങ്ങൾ വില വന്നത്. അപ്പൊ ഈ സമയത്ത് ഒരു ചങ്ങായി നാട്ടിൽ വരാൻ വേണ്ടി ടിക്കറ്റിലെടുത്ത് ഓളെ വിളിച്ചു വെച്ചു, ഞാൻ നാട്ടിൽ ഇരിക്കുന്ന വേണ്ടത്. അപ്പൊ ഓരോ നിങ്ങൾ മേടിക്കുന്ന ഇവിടെ വന്നാൽ മതി. ഈ എന്തെങ്കിലും പറയപ്പാതെ നിർബന്ധിച്ച് പറഞ്ഞ് ഇവിടെ തമാശ എന്താ പറഞ്ഞു, അവരെ കുറച്ച് വെളുത്തുള്ളി വെച്ചോ, അതിനെ കിട്ടാൻ ഭയങ്കര പണി, ഭയങ്കര പൈസയാണ്. ഈ ചെങ്ങായി 38 കിലോ വെളുത്തുള്ളി ഉണ്ടെന്ന്, ഒരാൾക്ക് 40 കിലോന് ചിലപ്പോ അലോടുണ്ടാവും. ഇത് ഞാൻ വെറുതെ പേപ്പറിൽ അയാൾ വെറുതെ എഴുതിയാവും ഞാൻ അറിയില്ല, ഇത് അയാൾ എഴുതിയതാണ്. 38 കിലോ വെളുത്തുള്ളി വാങ്ങി പാക്കറ്റ് ആക്കിയിട്ട് ഇയാൾ കൊണ്ടുള്ള കാരണം ഇത് ഓട് വെളുത്തുള്ളി വിളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവർ എന്ത് പറഞ്ഞാലും അവർക്കൊരു ഭാരാവില്ല, അത് അവർക്കൊരു പ്രയാസവും പ്രശ്നമാവില്ല, അത് അവർ ചെയ്തിരിക്കും. അപ്പൊ സ്നേഹം ഉണ്ടാവണം. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതനുസരിക്കാൻ, അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ആഗ്രഹമുണ്ടാകും. ഹബീബാ നബിയെ കുറിച്ച് പഠിക്കും, ഹബീബാ നബിയെ കുറിച്ച് കേൾക്കും, ഹബീബാ നബി ചെയ്തതുപോലെ അയാൾ ചെയ്യും. എന്തുണ്ടാവണം? പക്ഷേ അയാളുടെ കൽബിൽ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ക് ഉണ്ടാവണം. അതിനുള്ള മാർഗം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലുക, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. 1000 സ്വലാത്ത് ഒരു ദിവസം ഒരാൾ ചൊല്ലാൻ തയ്യാറുണ്ടെങ്കിൽ, 1000 സ്വലാത്ത് ഒരാൾ ദിവസവും ചൊല്ലിയാൽ അയാൾ നരകത്തിൽ വീണാൽ നരകത്തിലെ തീ കെട്ടുപോകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. ദിവസം 1000 സ്വലാത്ത്, ഏതെങ്കിലും സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1000 സ്വലാത്ത് ഒരു ദിവസം ഒരാൾ ചൊല്ലിയാൽ അയാൾ നരകത്തിൽ വീഴൂല. അയാൾ അഥവാ നരകത്തിൽ വീണാൽ ആ നരകത്തിലെ തീ കെട്ടുപോകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ഹബീബിനോടുള്ള സ്നേഹത്തോടു കൂടി. അവിടെ സ്നേഹം ഉണ്ടാകും, അവിടെ ഇത്തിബാ ഉണ്ടാകും, അവിടെ നബിയെ ചെറിയ പിൻപറ്റാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.